എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കും. ആമേൻ. അന്യഭാഷ ലഭിച്ചവരെല്ലാം ദൈവത്തോട് ചില നിമിഷങ്ങൾ സംസാരിക്കുക. എല്ലാം സംസാരിക്കും, വാതുറന്ന് സംസാരിക്കുക. അല്ലാത്തവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തും. വാതുറന്ന ശബ്ദത്തോടെ വാതുറന്ന് എല്ലാവരും ഇതിനകത്ത് ചുറ്റും ദൈവത്തിന്റെ തീ നിൽക്കട്ടെ. ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും ദൈവത്തിന്റെ തീ മതിലായി നിൽക്കട്ടെ. ഇതിന്റെ മുകളിൽ ദൈവത്തിന്റെ തീ കത്തട്ടെ. ദൈവദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങി നിൽക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ 20-ാം ദിവസം ജനത്തെ ചലിപ്പിക്കത്തില്ല എന്ന് പറയുന്ന പൈശാചിക മണ്ഡലങ്ങൾ തീക്കകത്ത് കത്തിമാറട്ടെ. ഇന്ന് രാത്രി ശക്തിയോട്, ദൈവശക്തിയോട്, ആത്മാവിന്റെ അത്യന്ത ശക്തിയോട് ഹല്ലേലൂയ വാതുറന്ന് ദൈവത്തെ സ്തുതിക്കുക. ഒരു പുതിയ ബലം ദൈവം നൽകുകയാ, പുതിയ ശക്തി പകരുകയാ, പുതിയ കൃപ പകരുകയാ. ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ദൈവം ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കണം, ശക്തിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഇരിക്കുന്ന ജനത്തെ ശുശ്രൂഷിക്കുന്ന ദൈവരാശി ഞങ്ങളെ ഓരോരുത്തരെയും ആത്മാവിന്റെ അത്യന്ത ശക്തിയാണ്. You can receive the power of God. ദൈവത്തിന്റെ ശക്തി
ആവശ്യമുള്ളവർ ദൈവത്തോട് ചോദിക്കണം. ദൈവം ഇന്ന് രാത്രി എന്നെ ശക്തീകരിക്കണമേ, എന്നെ ശക്തീകരിക്കണേ, എന്നെ ശക്തീകരിക്കണം. ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജനത്തെ ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കലാശക്കൊട്ടെന്നൊക്കെ പറയുന്ന പോലെ നമുക്കില്ല. നമുക്ക് 1-ാം തീയതി തൊട്ടങ്ങ് കലാശച്ചേട്ടാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട ദൈവദാസൻ കൂടെ ചെയ്യും. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം ആത്മാവ് ചെയ്യുന്നു. പക്ഷെ ദൈവസന്നിധിയിൽ നാം എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ മനസ്സ്, ദൈവമായിട്ടുള്ള ബന്ധം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഏകാഗ്രതയോടെ ഇരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് അശ്രദ്ധകൾ പാടില്ല. ദൈവം എല്ലാം നോക്കിയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളെ ഉപയോഗിക്കുന്നത്. അപ്പം എനിക്കിന്ന് ശാരീരികമായി ബലഹീനതയുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പറയുന്നത്, ദൈവം, ഞാൻ ഈ ജനത്തിന് വേണ്ടിയാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ശക്തി തന്നെങ്കിലേ പറ്റൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ആരെങ്കിലും വെറുതെ കൈ പോക്കല്ല. എനിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാനും നമ്മുടെ മനസ്സല്ല എന്നോടെന്ത് പറയും. എൻ്റെ വീട്, നമ്മുടെ വീടും നമ്മുടെ കാര്യമൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അതെല്ലാം അങ്ങ് പൂർത്തീകരിക്കുകയാണ്. ഇവിടെ വന്ന ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ അശ്രദ്ധയായിട്ടിരുന്ന ദൈവം എന്നോട് ഞാൻ ഉദ്ദേശിക്കുന്ന ആരും ചെയ്തില്ല. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജീവൻ രാജ്, അദ്ദേഹം ഇവിടെ വന്ന് അസ്വസ്ഥയായിപ്പോയി. എന്നാൽ ഇന്ന് വിശ്വാസത്തോടെ വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അങ്ങ് അടിപ്പെട്ടു പോയി. എങ്കിലും ഞങ്ങളങ്ങ് അടിപ്പെട്ട് പോകത്തില്ല. അടിപ്പെടാതെ വണ്ണം ഞങ്ങളെ കൈപിടിച്ച ഒരുവനുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ദാസനെ ദൈവം ഇന്ന് രാത്രി ഈ ശക്തിയോട് ഉപയോഗിക്കും. എല്ലാവരും ദൈവദാസനോട് സ്വോത്രം ചെയ്താട്ട്, സ്വോത്രം ആത്മാർത്ഥമായി സ്വോത്രം ചെയ്താട്ട്, എല്ലാവരും സ്വോത്രം ചെയ്താട്ട്, സ്വോത്രം. ദൈവം എന്നോട് സംസാരിക്കണമെന്ന് സ്വോത്രം ചെയ്താട്ട്, സഭയോട് സംസാരിക്കണമെന്ന് സ്വോത്രം ചെയ്താട്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നിർത്തത്തുള്ളൂ. ദൈവദാസന് എല്ലാവരും കൈകളെ അടിച്ച് സ്വാഗതം ചെയ്യാം. ആ കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൻ്റെ അവർക്ക് വന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഈ സെക്ഷനിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമുക്കൊരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന ബഹുമാനിയായ ദൈവമക്കൾ, ഈ ദൈവസഭയ്ക്ക്, ഈ പട്ടണത്തിന് ദൈവം വരദാനമായി ദൈവം നൽകിയ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, എൻ്റെ കുടുംബം, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും യേശുവിൻ നാമത്തിലുള്ള ദൈവസ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദയമായി സംസാരിച്ചു. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കാൻ ഏറെ പ്രതീക്ഷയോടെ, ഏറെ പ്രാർത്ഥനയോടെ ഒരുമിച്ച് നമുക്കായിരിക്കാം. ഞാൻ രാവിലേക്കാൾ വളരെ ടയേർഡാണ്. രാവിലെ കുറച്ച് ബലമുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി ബലം വളരെ ക്ഷീണിതനായിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യമാണ്. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ചേർന്ന് രാമേൻ പറഞ്ഞാട്ടെ. നമ്മൾ രാവിലെ വായിച്ച വാക്യത്തിലെ തുടർച്ചയായ ചിന്തകളൊക്കെ നമുക്ക് വേഗത്തിൽ ധ്യാനിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെയും, 2 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ.
ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. 2 തിമോഥെയോസ് ലേഖനം 3:16 കൂടി വായിച്ചാട്ടെ. എല്ലാ തിരുവെഴുത്തും ദൈവാശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. മതി, നല്ലൊരു ഹല്ലേലൂയ കരമുയർത്തി പറഞ്ഞാട്ട്. നമ്മുടെ ഈ വാക്യങ്ങളുടെ തുടർച്ചയായ ഭാഗങ്ങളെ ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. രാവിലെ പറഞ്ഞു നിർത്തിയ ഭാഗത്തിൽ നിന്ന് അടുത്ത ആശയത്തിലേക്ക് വേഗത്തിൽ നമുക്ക് ജമ്പ് ചെയ്ത് പോകാം. നമ്മൾ രാവിലെ പറഞ്ഞു നിർത്തിയത് ആത്മീക യുദ്ധത്തെ കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. 3 അറിവുകൾ ഒരു ആത്മീകൻ കൃത്യമായി അറിയണം. 1, ആത്മീക യുദ്ധത്തെക്കുറിച്ചുള്ള അറിവ്. 2, ആത്മീക ആയുധത്തെക്കുറിച്ചുള്ള അറിവ്. 3, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ്. ഇത് 3ഉം ഒരു ആത്മീകൻ കൃത്യമായി അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രാവിലെ ആത്മീക യുദ്ധം എന്താണെന്ന് പറഞ്ഞു തുടങ്ങി. യുദ്ധത്തിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞു വന്നത്. ആത്മീക യുദ്ധം നമ്മൾ ചിന്തിക്കുന്നത് പൗലോസിൻ്റെ കൊരിന്ത്യർ ലേഖനവുമായി ബന്ധത്തിലാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. ആത്മീക യുദ്ധത്തിൽ നമ്മൾ വീണ്ടും ധ്യാനിച്ചു വന്നത് എല്ലാ യുദ്ധങ്ങൾ ദൈവം എല്ലാവർക്കും അനുവദിച്ചിട്ടില്ല. അനുവദിച്ച ആത്മീക യുദ്ധങ്ങൾ ഒരു വ്യക്തി ചെയ്താൽ മാത്രമേ 100% ജയം ദൈവം നമുക്ക് തരികയുള്ളൂ. യുദ്ധം ചെയ്യേണ്ടത് ആവേശത്താലല്ല, യുദ്ധം ചെയ്യേണ്ടത് ഇമോഷനിലല്ല, യുദ്ധം ചെയ്യേണ്ട ദൈവത്തിൻ്റെ നിയോഗത്തിനകത്താണ്. എന്നിത്യാദി വിഷയങ്ങളെ നമ്മൾ പറഞ്ഞ് നിർത്തി. പൗലോസിനോട് ദൈവം എന്തുകൊണ്ട് കൊരിന്തിൽ യുദ്ധം ചെയ്യരുത് എന്ന് തന്നോട് പറഞ്ഞു. അതിന് നമ്മൾ റീസൺ പറഞ്ഞത് ഇങ്ങനെയാണ്: ബലഹീനതയും നടുക്കവും ആശങ്കയ്ക്കകത്ത് നിൽക്കുന്നവനോട് ദൈവം പറഞ്ഞു കൊരിന്തിൽ യുദ്ധം ചെയ്യരുത്. നിലവിൽ 2 ഓപ്ഷൻസുകളിലേക്ക് തനിക്ക് വേണമെങ്കിൽ ചെല്ലാം. കൊരിന്ത് വിട്ടു പോകാം, കൊരിന്തിൽ നിന്ന് യുദ്ധം ചെയ്യാം. അത് രണ്ടിനെയും പൗലോസ് മാറ്റി നിർത്തി താൻ വീണ്ടും വേറൊരു ഓപ്ഷൻ എടുക്കുന്നു. ആ ഓപ്ഷൻ ഇങ്ങനെയാണ്: ദൈവശക്തിയുടെ പുതുക്കത്തിന് വേണ്ടി താൻ കാത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് കൊണ്ടുവന്നത്. ഒടുവിൽ നമ്മൾ നിർത്തിയത് ദൈവം തന്നോട് പറഞ്ഞു ക്രൂശിൽ മറയണം, യുദ്ധം ചെയ്യണ്ട, ക്രൂശിൽ മറയണം. എന്തുകൊണ്ടാണ് ക്രൂശിൽ മറയണമെന്ന് തന്നോട് ദൈവം പറഞ്ഞത്? ഈ 3 അനുഭവങ്ങൾ ഇൻഡിവിജ്വലി തനിക്ക് ഉണ്ട്. ഇത് 3 ലീഗലല്ല, ഇല്ലീഗലാണ്. പൈശാചിക മേഖലയുടെ ഇല്ലീഗലാണ്. ദൈവം ചെയ്യുന്നതെല്ലാം ലീഗലാണ്. പ്രാർത്ഥന ലീഗലാണ്, ആരാധന ലീഗലാണ്, ഉപവാസം ലീഗലാണ്. പക്ഷെ സാത്താനിൽ നിന്ന് വരുന്നതെല്ലാം ഇല്ലീഗലാണ്. ആഭിചാരം, ശുദ്ധരം, പക, പിണക്കം, ദുഷ്ടത, ഇതെല്ലാം ഇല്ലീഗലാണ്. അപ്പോൾ ഇല്ലീഗൽ തലങ്ങളിൽ ദുരാത്മമണ്ഡലം പൗലോസിൻ്റെ കൊരിന്തിനെ ഉണർവിനെ തടയാൻ ഒരു 3 അനുഭവങ്ങൾ നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, ഇവിടെ കൃപാവരങ്ങളുടെ ശക്തിയല്ല നിനക്കിപ്പോൾ ആവശ്യം. ഇവിടെ നിനക്കൊരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമല്ല, മറിച്ച് ഇവിടെ ദൈവശക്തിയുടെ പുതുക്കമാണ് നിനക്ക് വേണ്ടത്. അങ്ങനെ പൗലോസ് അതിനു വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം പറഞ്ഞത് ക്രൂശിൽ മറയണം. ക്രൂശിൽ മറഞ്ഞാൽ എന്തുണ്ടാകും എന്ന് നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒരു വ്യക്തി ക്രൂശിൽ മറയുമ്പോൾ ക്രൂശിതൻ തനിക്ക് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. 2, നിത്യജീവനാണ്. ജീവൻ കൊടുക്കും. ഇത് 2 നമ്മൾ ധ്യാനിച്ചു വരികയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ ധ്യാനിക്കാം. ഈ ക്രൂശിൽ മറയുക എന്ന് പറയുന്നത്, അതിനെ ഞാനൊരു പൊതുവിൽ ഒരു കാര്യം പറയാം. രക്തത്തിൽ മറയുക എന്നതാണ്. ക്രൂശിൽ എന്തുണ്ട്? രക്തമാണുള്ളത്. അപ്പം രക്തത്തിൽ മറയുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രക്തത്തിൽ മറയുക, ക്രൂശിൻ്റെ രക്തത്തിൽ മറയുക. അപ്പം രക്തത്തിൽ മറയുന്ന ഒരു വ്യക്തിക്കാണ് ദൈവം കൊടുക്കുന്ന ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് വെറുതെ ലഭിക്കുകയല്ല, രക്തത്തിൽ മറഞ്ഞ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. പഴയ നിയമത്തിനകത്ത് നമുക്കറിയാം രക്തത്തിൽ മറഞ്ഞവരാണ്, അല്ലേ?
ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരിക്കുമ്പോൾ അവർ അവിടെ പുറത്തെടുത്തത് സാക്ഷാൽ കുഞ്ഞാടിൻ്റെ രക്തമാണ്. അവൻ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മറഞ്ഞപ്പോഴാണ് അവർക്ക് 430 വർഷത്തിൻ്റെ അടിമച്ചങ്ങല ഒരു രാത്രി പൊട്ടിമാറിയത്. 430 വർഷം ഉള്ളത് നിന്നതുകൊണ്ടല്ല, മറിച്ച് 430 വർഷം വെളിപ്പെടാത്ത ഒരു രക്തത്തിൻ്റെ കവറിങ് ഒരു രാത്രി വെളിപ്പെട്ടപ്പോഴാണ് അവർ പുറത്തു വരാൻ തുടങ്ങിയത്. അപ്പം രക്തത്തിൻ്റെ മറവിൽ ഒരാൾ മറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ബോണ്ടേജസുകൾ പൊളിയുകയാണ്, അടിമത്തങ്ങൾ പൊളിയുകയാണ്, കാലപ്പഴക്കങ്ങൾ, കാലകരണപ്പെട്ടു പോയ പലതും യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകി. അത് ശരിയാണ്. ആദാമിയ പാപത്തിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി, ശരി തന്നെയാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം ആദാമിയ പാപത്തിൽ നിന്നാണ്. സ്തോത്രം. പക്ഷേ നമ്മുടെ ലൈഫിൽ വെളിപ്പെട്ടു വരുന്ന ബലഹീനതകൾക്കകത്ത് സാത്താൻ നമ്മളെ അടിമപ്പെടുത്താം. ഞാൻ ആ അടിമത്തമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ അടിമത്തം ഇൻഡിവിജ്വലുള്ള അടിമത്തമാണ്. അതിൻ്റെ അകത്തും വിടുവിപ്പാൻ രക്തത്തിന് ശക്തിയുണ്ട്. രക്തം നമ്മളെ മറയ്ക്കാൻ പോവുകയാണ്. ഞാനൊരു വാക്ക് പറയാം, അതിൻ്റെ അകത്തൊരു വലിയ ആത്മീക ദൂത് കിടപ്പുണ്ട്. ശ്രദ്ധിച്ചാട്ടെ. ഈ പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് രക്തത്താൽ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു വാക്യം പറയുന്നുണ്ട്. വാക്യം എടുക്കണ്ട, നാം രക്തത്താൽ ഒരു സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. ഞാൻ ആ പത്രോസിൻ്റെ അനുഭവം എന്ന് പറഞ്ഞ് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. സ്വാതന്ത്ര്യം എന്നൊരു വാക്കാണ്, രക്തത്താലുള്ള സ്വാതന്ത്ര്യം. ക്രൂശിൽ മറയുക, രക്തത്താൽ മറയുക. ഈ പത്രോസിനെ ഒരിക്കൽ യേശു കർത്താവ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ അല്ലെങ്കിൽ യേശുവിൻ്റെ 3.5 വർഷത്തിൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ, യേശു തൻ്റെ 3.5 വർഷത്തിൻ്റെ മിനിസ്ട്രിയുടെ ലൈഫാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യേശു കർത്താവ് പലപ്പോഴും ശിഷ്യന്മാരും ഒരുമിച്ച് പെസഹ കഴിക്കാറുണ്ട്. ചരിത്രം പറയുന്നത് ഷീമോൻ്റെ വീട്ടിൽ പെസഹ ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നുണ്ട്. തനിച്ചിരിക്കുമ്പോൾ അവൻ ഒറ്റയ്ക്കുള്ള പ്ലേസുകളിൽ, മലമുകളിൽ പെസഹ ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ പെസഹ ഒടുവിലത്തെ പെസഹയാണ്, ഈ ഭൂമിയിലത്തെ ഒടുവിലത്തെ പെസഹ. ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: നിങ്ങളൊരു കാര്യം ചെയ്യുവിൻ, ഈ പട്ടണത്തിന് എതിരൊരു പട്ടണമുണ്ട്, നിങ്ങൾ അവിടെ പോയി പെസഹ കഴിക്കണം. അതിന് തെളിവ് സാഹചര്യം എന്താണെന്ന് ഞാൻ കഥ പറയുന്നില്ല, ആ വിഷയം മാത്രം പറയാം. അവൻ സ്തോത്രം. കർത്താവ് പറഞ്ഞത്, കൊട്ടത്തിൽ വെള്ളം നിറച്ചൊരാൾ നിങ്ങൾക്ക് എതിർപ്പെടും, അവനോട് ചോദിക്കുക എവിടെ സ്ഥലം ഒരുക്കണം എന്ന് ചോദിക്കുമ്പോൾ അവൻ സ്ഥലം നിങ്ങൾക്ക് പറഞ്ഞു നൽകും. അങ്ങനെയാണ് യേശു കർത്താവിന് അന്ത്യപ്പെസഹയെ അവൻ ഒരു ശിഷ്യന്മാർക്ക് വേണ്ടി ഫീസ്റ്റ് ഒരുക്കുകയാണ്. ഈ ഫീസ്റ്റ് ഒരുക്കുന്ന വേളയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശു കർത്താവ് അപ്പം എടുത്ത് അവൻ സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തിരിക്കുകയാണ്. തൻ്റെ രക്തത്തെ പാനപാത്രം എടുത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. മർമ്മമാണ്, ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പത്രോസിൻ്റെ കാര്യമാണ്, അടിമത്തെ രക്തമാണ് പറഞ്ഞു വരുന്നത്. ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നടന്ന സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണോ, അതോ നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണോ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ? എന്താ അതിനർത്ഥം? യെസ്, നടന്ന സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുന്നത്. ലിറ്ററലി യേശു തൻ്റെ ശരീരത്തെയാണ് വാഴ്ത്തി കൊടുക്കുന്നത്, തൻ്റെ രക്തത്തെയാണ് വാഴ്ത്തി കൊടുക്കുമ്പോൾ സത്യം യേശു മരിച്ചിട്ടില്ല, യേശു ജീവനോടെ നിൽക്കുകയാണ്. ആ ജീവനോടെ നിൽക്കുന്ന സമയത്താണ് യേശു പറഞ്ഞത്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് വേണം ചെയ്യുവാൻ. ഇത് ചെയ്ത് നടന്ന കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് എന്ന് പറഞ്ഞാൽ സംഭവം കഴിഞ്ഞു, അതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷെ ലിറ്ററലി യേശു ജീവനോടെ നിൽക്കുന്നു, ജീവനോട് അവരുടെ മുന്നിൽ നിൽക്കുമ്പോഴും കർത്താവ് പറയുന്നു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ. എന്താണ് ആ വാക്കിൻ്റെ പുറകിൽ അർത്ഥം? എന്താണ്? ഞാൻ ഒരൊറ്റ വിഷയത്തെയാണ് തൊടുന്നത്, രക്തം. അതിനെ തൊടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചിന്ത കൊണ്ടുവരുന്നത്. സത്യം എന്താണ് ആ വാക്കിൻ്റെ ആത്മിക മർമ്മം എന്ന് പറയുന്നത്? ഞാനൊരു വാക്ക് പറയാം, ഇത് പത്രോസിനോട് ഞാൻ കണക്ട് ചെയ്യാം. നിങ്ങൾക്കറിയുമോ, യേശു കർത്താവ് പത്രോസിനോട് ഒരിക്കൽ വന്ന് പറഞ്ഞു, പത്രോസേ, നമ്മൻ കോഴി കൂകുന്ന സമയത്ത് നീ എന്നെ 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും.
ഇത് ഷീമോനോട് പറയുകയാണ്. ഷീമോൻ കർത്താവിനോട് പറയും, അല്ല കർത്താവേ, ഞാൻ നിന്നെ തള്ളി പറയില്ല, ഇല്ല ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോകില്ല, ഉറപ്പ് കൊടുക്കുകയാണ്. യേശുവിന് കൃത്യമായി അറിയാം ഷീമോൻ യേശുവിനെ തള്ളി പറയുന്ന നാഴിക വന്നിരിക്കുന്നു എന്ന് യേശുവിനറിയാം. മാത്രമല്ല, ഗെത്ശമനയുടെ തോട്ടത്തിന് നടുവിൽ പുറത്ത് വരുമ്പോൾ അവിടെ കാവൽമാലകൾ നിൽക്കുമ്പോൾ, കാവൽക്കാർ നിൽക്കുമ്പോൾ, റോമ പടയാളികൾ നിൽക്കുമ്പോൾ ഷീമോൻ ഒരു കാര്യം ചെയ്തു. എന്നാന്നറിയില്ല, ഉറയിൽ നിന്ന് വാളെടുത്ത് അവരിൽ ഒരുത്തൻ്റെ ചെവിയെ അങ്ങ് ഛേദിച്ച് കളഞ്ഞു. യേശു എന്താ ചെയ്തെന്നറിയണ്ടേ? ആ വിഴുന്നു പോയ കാതെടുത്ത് അവൻ മുറിഞ്ഞു പോയവൻ്റെ അറ്റം ഒട്ടിച്ചു കൊടുക്കുകയാണ്. യേശു മനഃപൂർവ്വം ഒരു ഇൻസിഡൻ്റ് ഉണ്ടാക്കിയതല്ല. യേശുവിന് ആ ചെവി ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, യേശു ചെയ്യേണ്ട കാര്യമില്ല, ദൈവമാണെന്ന് തെളിയിക്കാനുമല്ല ചെയ്തത്. പിന്നെ എന്തിനാണ്? യേശുവിനറിയാം യേശു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഷീമോന നേരെയാണ്. യേശു കഴിഞ്ഞാൽ റോമക്കാരുടെ, യഹൂദന്മാരുടെ അടുത്ത ടാർഗറ്റ് ഇവർ വിന്യസിക്കുന്നത് ഷീമോന് നേരെയാണെന്ന് യേശുവിന് നന്നായി അറിയാം. അടുത്ത നിയോഗം ചുമക്കേണ്ടത് ഷീമോനാണെന്ന് യേശുവിന് നന്നായി അറിയാം. അടുത്ത മാളിക മുറിയിലെ പ്രഭാഷകനായി മാറേണ്ടത് ഷീമോനാണെന്ന് യേശുവിന് നന്നായി അറിയാം. ഷീമോനെ പിടിക്കാനാണ് ഇവരുടെ ടാർഗറ്റ്. ഇവനെ ഏത് വിധേനം പിടിക്കണം എന്നതാണ് ഇവരുടെ ടാർഗറ്റ് എന്ന് യേശുവിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് യേശു ഒരു പെറ്റി കേസ് പോലും ഈ വിഷയത്തിൻ്റെ അകത്ത് ഷീമോൻ്റെ മേൽ വരാൻ പാടില്ല എന്ന് യേശുവിന് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ്, വാശിയുള്ളത് കൊണ്ടാണ് യേശു എടുത്ത് ആ ചെവിയെ എടുത്ത് ഒട്ടിച്ചു കൊടുത്തത്. ഷീമോൻ്റെ പേരിൽ ഇത് പറഞ്ഞ് ഷീമോനെ പിടിച്ചകത്തിടാൻ പാടില്ല, അടുത്ത നിയോഗത്തിന് മുന്നിൽ നിൽക്കേണ്ടവനാണ്. ആ വാക്കിൻ്റെ അകത്തൊരു ആത്മീക ദൂത് കൊണ്ട് അറിവില്ലായ്മകൾക്കകത്തും ചെയ്യുന്ന ചില ചെയ്തികൾ നമ്മുടെ തകർച്ചയ്ക്കാണ് സാത്താൻ വിരുന്നൊരുക്കുന്നുവെങ്കിൽ അതിൻ്റെ നടുവിൽ ആ അറിവില്ലായ്മയെ ദൈവം നമുക്ക് മനസ്സലിഞ്ഞ് അവിടെ നിന്ന് ദൈവം നമ്മളെ കരകയറ്റുമോ. ഹല്ലേലൂയ. അതൊരു ആത്മീക മർമ്മമാണ്. ഇന്ന് പകൽ ദൂതി, രാത്രി ദൂതനെ ഏറ്റെടുത്തോണം. ചില അജ്ഞതകൾക്കകത്ത്, അറിവില്ലായ്മയ്ക്കകത്ത് എവിടെയോ നമ്മൾ പാളിപ്പോകുമ്പോൾ ആ അറിവില്ലായ്മയ്ക്കകത്ത് ദൈവം നമ്മളെ എറിഞ്ഞു കൊടുക്കുകയില്ല. അത് കണ്ട് നിന്റെ അറിവില്ലായ്മയെ കണ്ട് ചിരിച്ച് അട്ടഹസിക്കുന്ന ദൈവത്തെയല്ല നമ്മൾ സ്തുതിക്കുന്നത്. ആ അറിവില്ലായ്മയ്ക്കകത്ത് നീ പോലും അറിയാത്ത ഒരു പോക്കുവഴി ദൈവം തുറക്കുമോ. എത്രവർ ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ട്? എൻ്റെ അറിവില്ലായ്മയെ എനിക്ക് വേണ്ടി അത്ഭുതമാക്കി മാറ്റുന്ന ദൈവം, എൻ്റെ അജ്ഞതയെ എനിക്ക് വേണ്ടി അത്ഭുതമാക്കി മാറ്റുന്ന ദൈവം. ഞാൻ ഈ തോത് പറയുമ്പോൾ എവിടെയോ അറിവില്ലായ്മയ്ക്കകത്ത് ഇന്നും കുരുങ്ങിക്കിടക്കുന്ന ചിലതിനെ കൈക്ക് പിടിച്ച് കൊണ്ടുവരുന്ന ഒരു ആത്മനിയോഗത്തിന് രാത്രിയായി തീരട്ടെ. നിന്നെ ഒതുക്കാനാണ് ആ രാത്രി തയ്യാറാകിയത്, നിന്നെ വീഴ്ത്തിക്കളയാൻ ഷീമോനെ ആ രാത്രി തയ്യാറാകിയത്. യേശുവിന് ശേഷം അടുത്ത നീയാണ് എന്ന് അവൻ പിശാചിനും ലോകത്തിനും അറിയാം. അടുത്ത ചുവട് നിന്റെ മേലാ വീഴുന്നത്. പക്ഷെ സാത്താനിയ മണ്ഡലങ്ങൾ ഇവനെ ഏത് വിധേനെ പിടിക്കണമെന്ന് ധാരണയ്ക്കകത്ത് നിൽക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് ഷീമോനെ അവൻ അടുത്ത ദുരാത്മാവേകൾക്ക് വിട്ടുകൊടുക്കാതെ കവർ ചെയ്യുന്ന രംഗം ഞാൻ ആ വാക്ക് തന്നെ ഇവിടെ പറയുന്നു. ചിലർക്ക് വേണ്ടി ദൈവം കവർ ചെയ്യാൻ പോകുകയാണ്. ഇങ്ങനെ ശിഷ്യന്മാർക്ക് വേണ്ടി ഞാൻ അങ്ങനെ മുഖസ്തുതി അങ്ങനെ പറയുകയല്ല. എൻ്റെ പഠനത്തിൽ മനസ്സിലായത് ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രത്യേകം ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചത് ഷീമോന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ യേശു കർത്താവ് ഇതേ കാര്യം ഞാൻ മറ്റൊരു ഇൻസിഡൻറ്റിൽ പറയാം. ഷീമോനോട് പറഞ്ഞൊരു വാക്ക്, ഗോതമ്പ് പോലെ പാറ്റിക്കളയാൻ നിങ്ങളെ എന്നൊരു വാക്കാണ്, നിങ്ങളെ എന്ന വാക്കാണ്. അവൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിക്കളയാൻ നിങ്ങളെ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷെ അടുത്ത വാക്ക്, നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു ആത്മീക മർമ്മം കേട്ടോളം. 20-ാം ദിനത്തിൽ രാത്രിയിൽ അറിഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഞാനൊരു വാക്ക് പറയാം. അതിൻ്റെ അർത്ഥം എന്നാന്ന് അറിയണ്ടേ? നീ ദൈവ നിയോഗത്തിനകത്ത് നിൽക്കുന്നവനാണെങ്കിൽ, ദൈവ ശബ്ദത്തിനകത്ത് വില കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ ശത്രുവിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള മുന്നറിവുകൾ ദൈവം നിനക്ക് തന്നുകൊണ്ടേയിരിക്കും.
അവൻ്റെ പദ്ധതികളെ കുറിച്ചുള്ള മുന്നറിവുകൾ നടന്നു കഴിഞ്ഞിട്ടുള്ള അറിവല്ല ദൈവം നിന്റെ മേൽ പകരുന്നത്. അവൻ്റെ പദ്ധതികൾ അവൻ ആവിഷ്കരിക്കും മുന്നേ തന്നെ അവൻ്റെ അറിവുകളെ കുറിച്ചുള്ള അറിവ് ദൈവം നിനക്ക് തന്ന് ആത്മയുദ്ധത്തിൽ നിന്നെ ജയിപ്പിച്ചിരിക്കും. ഓ ജീസസ്, വിശ്വസിക്കാൻ രാത്രി തയ്യാറാണ് കേട്ടോ. ചിലതിനെ കുറിച്ചുള്ള അറിവ്, ചില പോരാട്ടത്തെ കുറിച്ചുള്ള അറിവ്, ചില നിഗൂഢതകളെ കുറിച്ചുള്ള അറിവ്, നിന്നെ പൂട്ടിക്കെട്ടാൻ അവൻ പദ്ധതി ചെയ്യുന്ന അവന്റെ പദ്ധതികളെ കുറിച്ചുള്ള അറിവ് തന്ന് നിന്നെ ദൈവം യുദ്ധം ചെയ്തു കൊണ്ടേയിരിക്കും. ആ ദൈവത്തിന് വേണമെങ്കിൽ മറച്ചു വെക്കാം. ദൈവത്തിന് എന്താ വിഷയം? കൂടെ നിൽക്കുന്ന ശിമോനല്ലേ, കൂടെ നിൽക്കുകയാണല്ലോ. അവൻ ഇവരെ പാറ്റിക്കളയാൻ ദൈവത്തിനെന്നെ യേശുവിനെന്നാ, യേശുവിനാണെങ്കിൽ പറയാതിരിക്കാം. പക്ഷെ യേശു അത് പറഞ്ഞതിന്റെ രഹസ്യം എന്നാണെന്നറിയണ്ടേ? ആമേൻ. നിന്നെ തകർക്കാൻ നിൽക്കുന്ന പദ്ധതികൾക്കകത്ത് ശത്രുവിന്റെ അറിവുകളെ ദൈവം നിനക്ക് പറഞ്ഞു തന്ന്, അവന്റെ ബുദ്ധിയെ, അവന്റെ ആലോചനയെ ദൈവം നിനക്ക് പറഞ്ഞു തന്ന് ആത്മീക യുദ്ധങ്ങളെ നിന്നെ ജയിപ്പിക്കണമെന്ന് അത് ദൈവത്തിന്റെ പ്ലാനാണ്. അത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രിയിലും ചിലർക്ക് നേരെ നിൽക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ കുറിച്ചുള്ള അറിവുകൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇന്ന് രാത്രി തരാൻ രാത്രിയാണ്. ഈ വചനം ധ്യാനത്തിനകത്ത് ദൈവം തരുന്ന രാത്രിയാണ്. ഈ വചന സന്ദേശത്തിനകത്ത് ചിലരുടെ കാതിൽ വന്ന് ശത്രുവിന്റെ പദ്ധതികളെ കുറിച്ചുള്ള അറിവുകൾ തന്ന് നിന്നെ ജയിപ്പിക്കുന്ന ദൈവത്തിന്റെ ആലോചന, അറിവുകൾ തന്ന് നിന്നെ ശത്രുവിന്റെ തലയെ വെട്ടുന്ന ആലോചന ഇന്ന് രാത്രിയിൽ ഈ ഹോളിനകത്ത് വ്യാപരിക്കട്ടെ. അവന്റെ പദ്ധതികളെ കുറിച്ചുള്ള അറിവ്, ശമന ഘടകതന, അധസ്മനാദികൾ ഘടകതന. ആ വാക്ക് ഭയങ്കരമാണ് കേട്ടോ. ശത്രുവിന്റെ പദ്ധതികളെ കുറിച്ചുള്ള അറിവ് നിനക്ക് തരും. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞത് ഇത് ശീമോനോട് മാത്രമാണ് സ്പെഷ്യലി ദൈവം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പോൾ ശീമോനെ ഏത് വിധേനയും ടാർഗറ്റ് ചെയ്ത് എടുക്കണം എന്നതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ യേശു കർത്താവ് ഒരു പെറ്റി കേസിന് പോലും അനുവദിക്കാതെ യേശു ശീമോനെ അവിടെ നിന്ന് വടഞ്ഞെടുക്കുന്ന രംഗം. ഇനി നിങ്ങൾ കേട്ടെ, ദൂതിലേക്ക് വരാം. ഇത് യേശുവിന് കൃത്യമായി അറിയാം ശീമോനാണ് ടാർഗറ്റ്, തള്ളാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൂത് കേട്ടെ, ശീമോൻ യേശുവിനെ തള്ളുന്നതിന് മുന്നേ, ശീമോൻ യേശുവിനെ വിട്ട് പോകുന്നതിന് മുന്നേ, ശീമോൻ യേശുവിനെ വിട്ട് വള്ളം വലയും എടുക്കുന്നതിന് മുന്നേ യേശു ചെയ്തെന്നാന്നറിയണ്ടേ? തൻ്റെ രക്തം അപ്പവും ശരീരവും, തൻ്റെ ശരീരവും രക്തവും യേശു ശീമോൻ്റെ മേൽ പകരുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ മർമ്മം മനസ്സിലാക്കണം. ശീമോൻ യേശുവിനെ തള്ളുന്നതിന് മുന്നേ, അവൻ യേശുവിനെ 3 വട്ടം തള്ളുന്നതിന് മുന്നേ കോഴി കൂകുന്നത് പോലെ ശീമോൻ്റെ തോൽവി ആഘോഷിക്കാൻ ശത്രു തയ്യാറായി നിൽക്കുമ്പോൾ പൈശാചിക മേഖലയോട് പറയാനൊരു ദൂത് കിടപ്പുണ്ട്. നീ അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുമ്പോഴും പൈശാചിക മേഖലകൾക്ക് അറിയാത്ത രഹസ്യമുണ്ട്. ഇവൻ എന്നെ തള്ളുന്നതിന് മുന്നേ സാധാരണ നീ അറിയാതെ എൻ്റെ രക്തവും എൻ്റെ ശരീരവും ഞാൻ അവൻ്റെ മേൽ വെച്ചിട്ടുണ്ട്. ഞാൻ അവൻ്റെ മേൽ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരടിമത്തം തൊടുന്നതിന് മുന്നേ, ഒരടിമത്തം അവനെ പിടിക്കുന്നതിന് മുന്നേ എൻ്റെ ദൈവം അതിന് മുന്നേ ഒരു വലിയ കവറിങ് ചെയ്യുകയാണ്. വിശ്വസിക്കാൻ തയ്യാറാകുക. അടിമത്തം പിടിച്ച ചില വീടുകളിലേക്ക് പൈശാചിക മേഖലയോട് ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ പറയുന്നു, സാത്താന്യം നീ തൊടുന്നതിന് മുന്നേ, നീ അവനെ പദ്ധതി വെക്കുന്നതിന് മുന്നേ അവൻ്റെ മേൽ യേശുവിനെ രക്തം തളിച്ചിരിക്കുകയാണ്. അവന്റെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി തളിച്ചിരിക്കുകയാണ്. എത്ര പേർ ഇന്ന് രാത്രി ആമേൻ പറയാൻ തയ്യാറാകുന്നുണ്ട്? ആമേൻ. ദുരാത്മാ മേഖല നിന്റെ വീടിനെ തൊടുന്നതിന് മുന്നേ, ദുരാത്മാ മേഖല അറിയാത്തൊരു ദൈവത്തിന്റെ കവറിങ്, ദുഷ്ടശക്തി അറിയാത്ത ദൈവത്തിന്റെ കവറിങ് ഇന്ന് രാത്രി ചില വീടുകളിലേക്ക്, ചില വ്യക്തികളിലേക്ക്, ചില സ്വഭാവങ്ങളിലേക്ക് ഇന്ന് രാത്രി എന്റെ ദൈവം നീ അറിയാതെ, ശക്തി അറിയാതെ എന്റെ ദൈവം പകർന്ന് കഴിഞ്ഞിരിക്കുകയാണ്.
നിങ്ങൾക്കറിയാമോ, ആമൻ, പിന്മാറിപ്പോയ ശീമോൻ വീണ്ടും വന്നത് പ്രസംഗം കേട്ടല്ല. പിന്മാറിപ്പോയ ശീമോൻ വീണ്ടും വന്നത് ശിഷ്യന്മാർ പോയി വിളിച്ചത് കൊണ്ട് വന്നതല്ല. പിന്മാറിപ്പോയ ശീമോൻ വീണ്ടും വന്നത് ആമൻ ദൂതന്മാർ അവനെ പ്രത്യക്ഷമായത് കൊണ്ടല്ല. പിന്മാറിപ്പോയവൻ വീണ്ടും രംഗത്തിലേക്ക് വന്നത് ഒറ്റ ദൂത് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. സാത്താനെ, നീ അറിയാതെ യേശുവിന്റെ രക്തവും യേശുവിന്റെ മാംസവും ശരീരവും ആമൻ അവന്റെ ഉള്ളിൽ ദൈവം പകർന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി എത്ര ശക്തികൾ ആമൻ നിന്റെ നന്മയെ തിരിച്ച് ബ്ലോക്ക് ചെയ്ത് മടക്കി കൊണ്ടുപോയാലും ഈ 21 കഴിയുന്നതിനകത്ത് വെച്ച് തന്നെ എന്റെ ദൈവം ചിലത് തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്. നിന്നെ കൈവിട്ടുപോയ ചില വിടുതലുകൾ, കൈവിട്ടുപോയ ചില അത്ഭുതങ്ങൾ, കൈവിട്ടുപോയ പ്രാർത്ഥനാ വിഷയങ്ങൾ, കൈവിട്ടുപോയ ദൈവപ്രവർത്തികൾ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ചിലത് മടങ്ങി വരാൻ പോകുകയാണ്. 21 ഇരുന്നത് കൊണ്ടല്ല കേട്ടോ, 40 ഇരുന്നത് കൊണ്ട് മാത്രമല്ല കേട്ടോ. ഇന്ന് രാത്രിയിൽ ഈ രക്തത്തിന്റെ ശക്തി, ഈ രക്തത്തിന്റെ ബലം, ഈ രക്തത്തിന്റെ ബലം വിട്ടുപോയ ചിലത്, നഷ്ടമായ ചിലത്, നഷ്ടപ്പെട്ട ചിലത്, നിന്നെ വിട്ട് അകന്നുപോയ ചിലത്, ചില നന്മകൾ, ചില വിടുതലുകൾ, ചില സൗഖ്യങ്ങൾ ഇന്ന് രാത്രി നിന്റെ വീട്ടിലേക്ക് എന്റെ ദൈവം മടക്കി വരുത്താൻ പോകുകയാണ്. മടക്കി വരുത്താൻ പോകുന്നു. വിശ്വസിക്കുക. മടക്കി വരുത്താൻ പോകുന്നു. ചിലത് മടങ്ങി വരാൻ പോകുന്നു. നിന്നിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോയത്, ശത്രു പറിച്ചു കൊണ്ടുപോയത്, അവൻ ദുഷ്ടൻ കൊണ്ടുപോയ ചില വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഈ രക്തത്തിന്റെ ശക്തിയാൽ, ഈ രക്തത്തിന്റെ ബലത്താൽ ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. ചിലതെല്ലാം തിരികെ വരട്ടെ ഈ രാത്രിയില്ല. സ്തോത്രം. ശിമോന്റെ മേൽ ദൈവിക വാഗ്ദത്തം ഉണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ശിമോന്റെ ഉള്ളിലേക്ക് ദൈവാത്മാവിനാൽ പകർന്നതിനാൽ ശീമോന് പിന്നെ തിരികെ പോകാൻ ദുരാത്മാ മേഖലകൾക്ക് സാധിക്കത്തില്ല. വിശ്വസിച്ചോ, എത്ര അകന്നു പോയാലും, എത്ര വിട്ടുകളഞ്ഞ വിഷയമായാലും, നിന്നെ വിട്ട് എത്ര അകന്നു പോയാലും, ഒരു നാൾ നീ കൈകാര്യം ചെയ്ത് ഇന്ന് ശത്രുവിൻ്റെ മാളത്തിനകത്ത് അത് അഭയം ചെല്ലുന്നുവെങ്കിൽ ഈ രാത്രിയിൽ 21 തിരുന്നതിന് കടാക്ഷി മുന്നേ തന്നെ എൻ്റെ ദൈവം നിന്റെ വീട്ടിലേക്ക് മടക്കി തരട്ടെ. അത് അഭിഷേകമാണെങ്കിൽ, അത് ദൈവകൃപയാണെങ്കിൽ, അത് ആരോഗ്യമാണെങ്കിൽ, അത് സമ്പത്താണെങ്കിൽ, അത് എന്തു തന്നെയായാലും ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. ചിലത് മടങ്ങി വരികയാണ്. നിന്റെ കുഞ്ഞ് അനുഭവിക്കേണ്ടത് അത് മടങ്ങി വരികയാണ്. നിന്റെ സഭ അനുഭവിക്കേണ്ടത് അത് മടങ്ങി വരികയാണ്. നീ അനുഭവിക്കേണ്ടത് യേശുവിന്റെ നാമത്തിൽ അത് മടങ്ങി വരട്ടെ ഈ രാത്രിയിൽ. ആമേൻ, ഹല്ലേലൂയ. അവർ രക്തത്തിന്റെ കവറിങ്, അതാ പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, ക്രൂശിൽ മറയുക. നീ ക്രൂശിൽ മറയാൻ തയ്യാറായാൽ രക്തത്തിന്റെ ശക്തി കണ്ടോ, രക്തത്തിന്റെ ഫ്രീഡം, രക്തം നൽകുന്ന ഫ്രീഡം, യേശുവിന്റെ നാമത്തിൽ രക്തം നൽകുന്ന സ്വാതന്ത്ര്യം. ഈ രാത്രി ദൂത് പറയുമ്പോൾ ചില സ്വാതന്ത്ര്യ ഇല്ലായ്മകൾ, ശത്രു പിടിച്ചു വെച്ച സ്വാതന്ത്ര്യമില്ലായ്മകൾ ഈ രക്തം ചെന്ന് വീഴുന്നിടത്ത് ഒരു വലിയ ആത്മസ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ ഇന്ന് രാത്രിയില. ശ്രദ്ധിച്ചേ, വിഷയത്തിലേക്ക് വേഗത്തിൽ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വാതന്ത്ര്യമാണ്, ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം, രക്തത്താലുള്ള ഒരു വലിയ ഫ്രീഡം. ഞാൻ ജീവൻ എനിക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒറ്റ വാക്ക് പറയാം. പൗലോസോട് പറയുന്നത് ക്രൂശിൽ മറഞ്ഞാൽ 2 ജീവൻ ലഭിക്കുമെന്നാണ്. ജീവൻ, സത്യം. ഈ ജീവൻ എന്താണ്? ഈ ജീവൻ പരിജ്ഞാനമാണ്. ക്രൂശിൽ മറഞ്ഞാൽ ലഭ്യമാകുന്ന, രക്തത്തിൽ മറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവൻ ലഭിക്കുമെന്നാണ്. ഞാൻ ഈ ജീവനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ ജീവൻ്റെ ഉത്ഭവം എൻ്റെ കണ്ണാലെ പെട്ടത് ഈ ഏദെൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദാമിനെയും ഹവ്വയെയും ആദാമിനെ സൃഷ്ടിക്കുന്ന രംഗമുണ്ട്. ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ച് ദൈവം എങ്ങനെ ചെയ്യുന്നറിയുമ്പോൾ ഒരു ജഡശരീരത്തെ, ഒരു ശരീരത്തെ ഉണ്ടാക്കി വെച്ച് ദൈവം ആദാമിൻ്റെ മൂക്കിൽ എന്ത് ചെയ്തു?
ഊതി. ബൈബിൾ പഠിപ്പിക്കുന്നു, ഊതിയപ്പോൾ എന്തായി സംഭവിച്ചു? അവൻ ജീവനുള്ള ദേഹിയായി മാറി. ജീവനുള്ള കേക്ക്, ജീവനുള്ള. ഞാൻ ആ വാക്കിനെ ഒരു വാക്യം കൊണ്ട് ഞാൻ കണക്ട് ചെയ്യാം. ജീവനായി മാറി, ജീവനുള്ള ദേഹിയെ. ആ ജീവൻ വന്നു എന്നതിൻ്റെ തെളിവ് എന്താണ്? പറയാം. ജീവൻ വന്നു എന്നതിൻ്റെ തെളിവ് ആദാം ശ്വസിച്ചത് കൊണ്ടല്ല. തെളിവ് ആഹാരം വാരിയെടുത്ത് ആഹാരം കഴിച്ചതുമല്ല. അതല്ല ഈ തെളിവെന്ന് പറയുന്നത്. തെളിവ് പറയാം. ദൈവം ആദാമിന് ഒരു ഹോംവർക്ക് കൊടുക്കുകയാണ്. എൻ്റെ ഹോംവർക്ക് ഇങ്ങനെയാണ്. ആദാമിനെ കൊണ്ട് നിർത്തിയിട്ട് ഇഴജാതികളെല്ലാം തൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. ആദാമിനോട് പറയുന്നു, ആദാമേ, നീ ഇതിനൊക്കെ എന്ത് ചെയ്യണം? പേർ വിളിക്കണം. ദൈവത്തിൻ്റെ ജീവൻ കണ്ടോ, ജീവൻ. ഈ ജീവൻ ആക്റ്റീവാകെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു വർക്കിലൂടെ ആക്റ്റീവാകുകയാണ്. ആദാമിനോട് പറഞ്ഞു പേര് വിളിക്കും. ആദാം പേര് വിളിച്ചു. എന്താ? സിംഹത്തിന് സിംഹം എന്ന് വിളിച്ചു, എലിക്ക് എലി എന്ന് വിളിച്ചു, പുലിക്ക് പുലി എന്ന് വിളിച്ചു. അവൻ പുലിക്ക് എലി എന്ന് വിളിച്ചില്ല, എലിയെ പുലിയുമാക്കിയില്ല, സിംഹത്തെ പുലിയൊന്നും വിളിച്ചില്ല. ആദാം സിംഹത്തെ സിംഹം എന്ന് വിളിച്ചു. ഇനി ആദാം സിംഹത്തിന് പുലി എന്ന് പേരിട്ടാലും ഇതങ്ങനെ തന്നെ വരത്തുള്ളൂ. പക്ഷേ അവന് ഒരു പേരിനെ പോലും ദൈവം മോനെ തെറ്റിപ്പോയി കേട്ടോ, അങ്ങനെയല്ല, പേരിങ്ങനെയാണ് എന്ന് ഒരിക്കൽ പോലും ദൈവം പറഞ്ഞില്ല. ആ സമയം ദൈവം പറഞ്ഞില്ല. എന്താണോ ആദാം എലിക്ക് എലിയെങ്കിൽ, പുലിക്ക് പുലിയെങ്കിൽ, സിംഹത്തിന് സിംഹമെങ്കിൽ, കാക്കയ്ക്ക് കാക്കയെങ്കിൽ, ആദാം എന്താണോ വിളിച്ചത് അത് തന്നെ വിളിച്ചത് തന്നെ ദൈവം ആമേൻ പറയാൻ തുടങ്ങി. എന്നാന്നറിയണ്ടേ? ആദാം വിളിച്ചത് തന്നെ ദൈവം ആമേൻ പറയണ്ട. കാരണം എന്താണോ ദൈവം വിളിക്കാനിരുന്നത് അത് തന്നെയാണ് ആദാം വിളിച്ചത്. എന്താണോ ദൈവം പറയാൻ ഇരുന്നത് അത് തന്നെയാണ് ആദാം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദൈവം പുലിക്ക് പുലി എന്ന് തന്നെ പേരുടെ ഇരുന്നതാ, അത് തന്നെയാണ് ആദാം വിളിച്ചത്. എൻ്റെ ആത്മീക മർമ്മം എന്നാണെന്നറിയണ്ടേ? എൻ്റെ റീസൺ എന്താണ്? ഈ ജീവശ്വാസം ആദാമിൻ്റെ മേൽ ദൈവം ഊതിയപ്പോൾ എന്തെല്ലാം കടഹങ്ങൾ ദൈവത്തിലുണ്ടോ, എന്തെല്ലാം മൂല്യങ്ങൾ ദൈവത്തിലുണ്ടോ, അതെല്ലാം ആദാമിൽ ആക്റ്റീവാകുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കണം. അവൻ്റെ ജീവന്റെ ശക്തി, അവൻ്റെ ജീവന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആദാമേ നിനക്കത് ചെയ്യാൻ കഴിയും. ദൈവത്തിന് എന്തെല്ലാം നിൽക്കാൻ കഴിയുമോ അതെല്ലാം ആദാമേ നിന്നിലൂടെ സംഭവിക്കാൻ കഴിയും. ദൈവത്തിന് വേണമെങ്കിൽ ഈ ഒരു വർക്കും കൊടുത്തിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ജീവശ്വാസം ഊതിയിട്ട് ദൈവത്തിന് അങ്ങ് പിതാവിന് വലതുഭാഗത്തോ അല്ലെങ്കിൽ സ്വർഗ്ഗങ്ങൾ ദൈവത്തിന് പോകാൻ ഇരിക്കാം. ദൈവം അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ ദൈവം മാറിയിരുന്ന് നോക്കുകയായിരുന്നു. തൻ്റെ ജീവശ്വാസം ഊതിയവനിൽ ഇത് വർക്കാകുന്നുണ്ടോ എന്ന് ദൈവം നോക്കുകയായിരുന്നു. ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ആദാമിന് ഒരു തുണയെ വേണം. മൃഗജാലങ്ങളെല്ലാം മുന്നിൽ കൊണ്ടുപോയി. ജിറാഫുണ്ട്, സീബ്രയുണ്ട്, ആനയുണ്ട്, ശ്രോത്രി തന്നേക്കാൾ വലിപ്പമുള്ളതും തന്നേക്കാൾ സൗന്ദര്യമുള്ളതും വിവിധ നിറമുള്ളതും ഇതെല്ലാം മുന്നിൽ കൊണ്ട് നിർത്തിയിട്ടും ആദാം തെരഞ്ഞെടുത്തത് തന്നെ പോലെയുള്ളൊരു മനുഷ്യരൂപത്തെയാണ്. എന്ന് പറഞ്ഞാൽ തനിക്ക് എന്താണ് ദൈവം കൊടുക്കാൻ ഇരുന്നത് അത് തന്നെയാണ് ആദാം സെലക്ട് ചെയ്തത്. അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, കോപ്പിയടിയല്ല. അതിനർത്ഥം ദൈവത്തിൻ്റെ ജീവനാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ആ വാക്ക് ഇങ്ങനൊരു വാക്യം കൊണ്ട് കണക്ട് ചെയ്യാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ വാക്യമുണ്ട്, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ചിലതിനെ ഈ ചർച്ചിൽ നിന്ന് ദൈവത്തിൻ്റെ ജീവനാൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. യേശു എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാകുന്നുണ്ട്? ദൈവത്തിൻ്റെ മനസ്സറിയുന്നവനാർ, നാമോ. കണ്ടോ, നാമോ, ആ വാക്ക നാമോ. പൗലോസ് പറയുന്നത് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. എങ്ങനെ? പൗലോസെ ഒടുവിലത്തെ വാക്യം എങ്ങനെ പറയുന്നു? നാം ക്രിസ്തുവിൻ്റെ മനസ്സാണ് എന്ന് പൗലോസ് എങ്ങനെ പറയാൻ കഴിയുന്നു? അതിന് 2 ഭാഗമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണ്. 2, ദൈവത്തിൻ്റെ ജീവൻ പകർന്നവൻ, ആമേൻ, സ്തോത്രം, ഇത് ദൈവത്തിൻ്റെ മനസ്സുള്ളവനായി മാറുകയാണ്. കണ്ടു? അപ്പൊ കൊരിന്തിനകത്ത് പിശാച് ടാർഗറ്റ് ഞാൻ തെളിയിച്ചു കൊണ്ടുവരാം.
കൊരിന്തിൻ്റെ അകത്ത് പിശാച് ടാർഗറ്റ് ചെയ്യാൻ പൗലോസിനെ ശ്രമിപ്പിക്കുമ്പോൾ, പക്ഷെ ദൈവം പൗലോസിനെ കൊണ്ട് എത്തിക്കുന്ന ആത്മമണ്ഡലത്തിൻ്റെ ഉയരങ്ങൾ കണ്ടു. ഈ ഫ്രീഡം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ ഈ ഫ്രീഡത്തിലൂടെ നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ശ്രദ്ധിച്ച്, ഈ ക്രിസ്തുവിൻ്റെ ഈ ഫ്രീഡത്തിനകത്ത് ഈ ദൈവം എന്താ തരുന്നതെന്ന് പറയണ്ടേ? ഞാൻ അത് പറയാം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പറയാം, ഫ്രീഡത്തിനകത്ത് ദൈവം നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ ഡിവൈൻ നാച്ചറാണ്. ദൈവത്തിൻ്റെ ഡിവൈൻ നാച്ചറാണ്. ദൈവത്തിൻ്റെ ഡിവൈൻ നാച്ചർ. ദൈവത്തിൻ്റെ കയ്യിൽ ഒരുത്തനെ കിട്ടിയാൽ ദൈവത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ പോലെ ആക്കി മാറ്റണമെന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് പിശാചിൻ്റെ കയ്യിലും ഒരുവനെ കിട്ടിയാൽ പിശാചിൻ്റെ ലക്ഷ്യം പിശാചിനെ പോലെ ആക്കി മാറ്റണമെന്നതാണ്. ഇത് ദൈവത്തിൻ്റെ നാച്ചറാണ്. ഫ്രീഡത്തിലൂടെ ഒരുവനെ കൊണ്ട് എത്തിക്കുന്നത് ദൈവത്തിൻ്റെ ലീഗലി ഉള്ള ഡിവൈൻ നാച്ചറിലൂടെയാണ്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഈ ചർച്ചിൽ നിന്ന് ഡിവൈൻ നാച്ചറുള്ള ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഡിവൈൻ നാച്ചറുള്ള ചിലതുണ്ട് ഇതിനകത്ത്. റഗസ്മനാദിയ കൃപാവരങ്ങളെക്കാൾ പവറാണ് കേട്ടോ. അത് 5-fold മിനിസ്ട്രിയേക്കാൾ പവറാ കേട്ടോ. ദൈവത്തിൻ്റെ ഡിവൈൻ നാച്ചർ, ദൈവത്തിൻ്റെ ഡിവൈൻ നാച്ചർ അത് ഇല്ലീഗലല്ല, അത് ലീഗലാണ്. ഈ ആരാധനയ്ക്കകത്ത് ഡിവൈൻ നാച്ചറുള്ള ഒരുവനെ ഇതിൻ്റെ അകത്ത് ദൈവം അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ചാൽ പൈശാചിക മേഖലകൾക്ക് അവനെ തൊടാൻ പറ്റുകയില്ല. ദുരാത്മ മേഖലകൾക്ക് അവനെ തൊടാൻ പറ്റിയല്ല. ഇരുട്ടുകൾക്ക് അവനെ തൊടാൻ പറ്റിയല്ല. കാരണം സാത്താനിയ നേച്ചർ അല്ല അവന്റെ ദൈവത്തിന്റെ ഡിവൈൻ നേച്ചർ ദൈവം കൈമാറിയിരിക്കുകയാണ്. സ്തോത്രം പറഞ്ഞോ. ഒരു ഡിവൈൻ നേച്ചർ. എനിക്കറിയാം 21 ഡേ ഫാസ്റ്റിംഗ് ഇരിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? 3-4 പേരുണ്ടോ അല്ലേ? അവൻ ഒന്ന് കൈബുക്കിയ 21 ഡേ ഫാസ്റ്റിംഗ് ഇരിക്കുന്നവർ. 20 ഫുൾ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 21 ഡേ ഓസല്ലേ? എത്രയാ? സ്തോത്രം. ഈ ഫാസ്റ്റിങ്ങിൻ്റെ അകത്ത് ഒരു ഡിവൈൻ നാച്ചർ ഇറങ്ങി വരും. ദൈവത്തിൻ്റെ ഡിവൈൻ നാച്ചറുകൾ. ഈ ഡിവൈൻ നാച്ചർ ഒരുത്തൻ്റെ മേൽ ആക്ടിവേറ്റ് ആകുമ്പോഴാണ് അവൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായി മാറുന്നത്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് സാത്താൻ കൊണ്ടുവരുന്ന അവൻ്റെ സകല പാപത്തെയും അവൻ കൊണ്ടുവരുന്ന അവൻ്റെ പാപമണ്ഡലത്തെയും ഒരാത്മീകന് ജയിക്കണമെങ്കിൽ അവൻ്റെ അകത്ത് ഡിവൈൻ നാച്ചർ ആക്ടിവേറ്റ് ആകണം. കൊരിന്തിൻ്റെ സിദ്ധാന്തം കണ്ടില്ലേ? മലിനത. കൊരിന്ത് കണ്ടില്ലേ? പാപം, മലിനത. ഏത് പ്രായക്കാരനും യഥേഷ്ടം പാപം ചെയ്യുന്ന മലിനത കൊരിന്തിൻ്റെ അകത്തുണ്ട്. പക്ഷെ പൗലോസ് എങ്ങനെ കൊരിന്തിൽ ജയിച്ചു? പൗലോസ് എങ്ങനെ കൊരിന്തിൽ ജയിച്ചു? ഡിവൈൻ നാച്ചർ. കണ്ടോ? ഇപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി വന്നോ? ആ ഡിവൈൻ നാച്ചറിലൂടെയാണ് പൗലോസ് കൊരിന്തിൻ്റെ മലിനതയെ നിന്നെ എവിടെ കൊണ്ടിട്ടാലും, ജീസസ്, ബാംഗ്ലൂരിൻ്റെ മെട്രോപൊളിറ്റൻ സിറ്റിക്കകത്ത് നിന്നെ എവിടെ തേർവാഴ്ച കിടക്കുന്നിടത്തും നിന്നെ എവിടെ കൊണ്ടിട്ടാലും, നിൻ്റെ മക്കളെവിടെ കൊണ്ടിട്ടാലും, നീ എവിടെ കിടന്നാലും ആ പാപത്തിൻ്റെ സ്വാധീനം നിന്നെ തൊടാതെ വണ്ണം, ആ പാപത്തിൻ്റെ ശക്തി നിന്നെ തൊടാതെ വണ്ണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ UK പോകാം, അമിയൂസിൽ പോകാം, അന്റാർട്ടിക്ക പോയി എവിടെ പോകട്ടെ, പക്ഷെ ഡിവൈൻ നേച്ചർ ഒരുവൻ്റെ അകത്ത് വീഴുന്നാൽ ഞാൻ ആത്മാവിൽ പറയാം, മലിനത അവനെ തൊടത്തില്ല, മലിനതയുടെ പാപം അവനെ തൊടത്തില്ല. അവനെ ധൈര്യമായി നിനക്ക് ഏത് ആത്മതലത്തിലും നിൽക്കാനുള്ള ഒരഭിഷേകം ഇന്ന് രാത്രി ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഇന്ന് രാത്രിയിൽ പാപം തൊടാത്ത ഏത് പാപത്തിൻ്റെ അന്തരീക്ഷത്തിനകത്ത് നീ കിടന്നാലും ഒരു ചാറ്റിങ് പോലും നിന്നിലൂടെ ചെയ്യിപ്പിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പാപം ചെയ്യാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും മുഴുവൻ അനുവാദവും ആരുമില്ല. തനിച്ച അങ്ങനെ സാഹചര്യത്തിനകത്ത് നീ കിടന്നാലും പാപം നിന്റെ അകത്ത് ആക്റ്റീവ് ആകത്തില്ല. ഇതുപോലെ നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ ഇതുപോലെയായിരിക്കും പാപത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ സമീപിക്കുന്നത്. അത് ആക്റ്റീവ് ആകുന്നത് ഡിവൈൻ നാച്ചറിലൂടെയാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? തയ്യാറാണോ? എൻ്റെ പേരെന്തു? ബ്രദറിൻ്റെ പേരെന്തു? കെവിൻ. തയ്യാറാണോ? ആമേൻ, ആമേൻ. എവിടെ കൊണ്ടിട്ടാലും പാസ്റ്റർ, എവിടെ കൊണ്ടിട്ടാലും, യെസ്, കുഞ്ഞുങ്ങളുണ്ടല്ലോ, എവിടെ കൊണ്ടിട്ടാലും, ആമേൻ, അപ്പന്മാരുണ്ടല്ലോ, അമ്മമാരുണ്ടല്ലോ, ആമേൻ, ആമേൻ, ഫോർ ഫാദേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, എവിടെ കൊണ്ടിട്ടാലും മലിനതകൾക്ക് നിന്നെ സ്വാധീനിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
നിന്റെ കൂടെ നിൽക്കുന്നവൻ വഴുതി പോകും, പക്ഷെ മോഹങ്ങൾക്കും മോഹാലസ്യങ്ങൾക്കും നിന്നെ തൊടാൻ ദൈവം അനുവദിക്കുകയില്ലെന്ന് മാത്രമല്ല, അത് രണ്ടാമതാ. ദൈവം അനുവദിക്കില്ലെന്ന് മാത്രമല്ല, അത് രണ്ടാമതാ, നിനക്കത് തൊടാൻ പറ്റില്ല. കാരണം നിന്റെ മേൽ വ്യാപരിച്ചത് ദൈവത്തിൻ്റെ ഡിവൈൻ നാച്ചറാണ്. യെസ്, സഭ ഒരുമിച്ച് കരമുയർത്തി പറഞ്ഞാട്ടെ. ബാംഗ്ലൂർ പട്ടണത്തിൻ്റെ ഞാൻ ഈ ദൂത് പറയുന്ന എവിടെയാണെന്ന് കൃത്യം ബോധ്യം എനിക്കുണ്ട്. എനിക്ക് കൃത്യം ബോധ്യമുണ്ട് ഞാൻ ഏത് പട്ടണത്തിൽ നിന്ന് ദൂത് പറയുന്നത്. ഇവിടെ നിന്ന് ഈ ദൂത് 20ാമത്തെ രാത്രിയിൽ ഒരു അഭിഷേകം ഏറ്റെടുക്കുന്നതിന് മുന്നേ കർത്താവിനോട് പറ, കർത്താവേ, ഒരു ഡിവൈൻ നാച്ചർ എൻ്റെ മേൽ വീഴട്ടെ. ഞാൻ ഒരു സത്യം പറയാം, ഒരു എന്നെ ദൈവം പഠിപ്പിച്ച ഒരു സത്യം പറയാം പാപവുമായി ബന്ധത്തിൽ. കേട്ടോണം, സ്തോത്രം. ഞാൻ 5ാം വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളാണ്. വയസ്സ് 30 കഴിഞ്ഞു. ദീർഘവർഷങ്ങൾ ഒരുപോലെ കർത്താവിനെ നിർത്തി. ഞാൻ അതിൻ്റെ കുറിച്ചൊരു സത്യം പറയാം. കിട്ടോണം. ആമൻ. പാപത്തിന് ഒരു വ്യക്തി അടിമപ്പെട്ടാൽ സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, പാപം ഒരു വ്യക്തിയിൽ അടിമപ്പെട്ടാൽ, അവൻ സ്വാധീനിക്കപ്പെട്ടാൽ, അവൻ്റെ മേൽ നിന്ന് ദൈവത്തിൻ്റെ ഫേവർ ഇല്ലാതെയാകും. ഇല്ല, ആരും ആമേൻ പറഞ്ഞില്ല അല്ലേ പാസ്റ്ററെ? ദൈവത്തിൻ്റെ ഫേവർ കാട ലഭിക്കും. പാസ്റ്റർ വെള്ളം കൊടുത്താട്ടെ, പെട്ടെന്നാട്ടെ. ഹല്ലേലൂയ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ എനിക്കറിയില്ല, എൻ്റെ റൂട്ട് മാറുകയാണ്, എൻ്റെ വേർഡിൻ്റെ റൂട്ട് മാറുക. ഓ ജീസസ്. കാട ലഭിച്ചെന്ന് വരും, മന്നയ്ക്ക് യാതൊരു തടസ്സമില്ല. പ്രൊഫഷനുകളും തുടർന്നു കൊണ്ടിരിക്കും. മന്ന ലഭിച്ചത് കൊണ്ടോ കാട ലഭിച്ചത് കൊണ്ടോ പകൽ മേഘസ്തംഭത്തിൽ നടന്നുകൊണ്ടോ, ഓ ഗാഡ്, രാത്രി അഗ്നിത്തൂണിൽ നടന്നുകൊണ്ടോ ദൈവപ്രസാദം വരണമെന്ന് ചിന്തിക്കരുത്. ഇതൊന്നും ദൈവപ്രസാദം ഉള്ളത് കൊണ്ടല്ല ഇത് ലഭിച്ചത്. ഇതൊക്കെ ദൈവം തരുന്ന ഗിഫ്റ്റാണ്. പക്ഷെ ഇന്ന് എത്ര പേർ ഈ ചർച്ചിൽ നിന്ന് കർത്താവിനോട് പറയും, കർത്താവേ, എനിക്ക് കാട ലഭിച്ചില്ലെങ്കിലും മേഘസ്തംഭത്തിലും അഗ്നിത്തൂണിലും നടന്നില്ലെങ്കിലും ഇന്ന് രാത്രി എൻ്റെ അങ്ങയുടെ ഫേവർ എന്നെ വിട്ട് പോകരുത്. ഓ ലോർഡ്, എത്ര പേർ പ്രാർത്ഥിക്കാം? യെസ്, ആത്മാവ് തൊടുന്നു. എനിക്കറിയാം, ആത്മാവ് തൊടുന്നു. പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്ക്. അമ്മ മക്കളെ പ്രാർത്ഥിക്ക്, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ ഫേവർ എന്നെ വിട്ട് പോകരുത്. ചിലതിന്റെ തലയിൽ കൈവച്ച് എനിക്ക് ദൂതുപറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പിടിച്ചു നിൽക്കുക. കേട്ടോണം, ദൈവത്തോട് പറയും, അങ്ങയുടെ ഫേവർ എന്നെ വിട്ട് പോകരുത്. ഫേവർ എന്നെ വിട്ട് പോകരുത്. ഫേവർ വിട്ട് പോകരുത്. ഫേവർ വിട്ട് പോകരുത്. കാടയടഞ്ഞാലും ആമൻ, മണ്ണ അടഞ്ഞാലും മേഘസ്തംഭം അടഞ്ഞാലും ചെങ്കടലിൽ നല്ലൊരു പത എനിക്ക് വരേണ്ടി അടഞ്ഞാലും കർത്താവേ, ഫേവർ വിട്ട് പോകരുതെന്ന് പറയാൻ, അങ്ങയുടെ ഫേവർ എന്നെ വിട്ട് പോകരുതെന്ന് പറയാൻ. ഇതൊന്നുമില്ലെങ്കിലും ഫേവർ ഉണ്ടെങ്കിൽ ദൈവം നിനക്കരെ കയറ്റണം. ഇതൊന്നുമില്ലെങ്കിൽ ഫേവർ ഉണ്ടെങ്കിൽ, മക്കളെ, പഠിക്കാൻ വലിയ ജ്ഞാനമില്ലായിരിക്കാം, വലിയ ബുദ്ധിയില്ലായിരിക്കാം, പ്രിയപ്പെട്ടവരെ, വലിയ ജ്ഞാനവും പരിജ്ഞാനമില്ലായിരിക്കാം, പ്രസംഗിക്കാൻ വലിയ കഴിവില്ലായിരിക്കാം, പക്ഷെ അച്ഛാ ഫേവർ ഉണ്ടെങ്കിൽ, ആമേൻ പറ, ഫേവർ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഫേവർ, ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഫേവർ ഉണ്ടെങ്കിൽ, അവന്റെ ഫേവർ നിന്റെ തലയ്ക്ക് ഉണ്ടെങ്കിൽ, ഞാൻ തിരിച്ചറിയുന്നു, ഈ ചർച്ചിന്റെ മേൽ വലിയ ഫേവർ ദൈവം തരാൻ പോവുകയാണ്. 1000 കാണത്തില്ലായിരിക്കാം, 500 പേര് കാണത്തില്ലായിരിക്കാം, പക്ഷെ ഈ ചർച്ചിന്റെ പുൾപിറ്റിനകത്ത് ദൈവത്തിന്റെ ഫേവർ തരാൻ പോവുകയാണ്. പ്രാർത്ഥിക്ക്, ഒരു വലിയ ഫേവർ തരാൻ പോകുകയാണ്. ചില കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിന്റെ ഫേവർ വീഴട്ടെ. എനിക്കറിയില്ല, ഫേവർ വീഴുന്നു. ആർക്കുമില്ലാത്തൊരു ഫേവർ
പ്രാർത്ഥിക്ക്. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ മറ്റാർക്കുമില്ലാത്ത ഫേവർ, നിന്റെ കസിൻസിന് ഇല്ലാത്തൊരു ഫേവർ, കുടുംബത്തിൽ മറ്റാരും കാണാത്ത ഫേവർ, നിന്റെ അടുത്തിരിക്കുന്നവന് കാണാത്തൊരു ഫേവർ, ഇന്ത്യത്തിൽ നിനക്ക് വേണ്ടി മാത്രം തരുന്ന, നിനക്ക് വേണ്ടി മാത്രം ഒരു ഫേവർ വെളിപ്പെടാൻ പോകുന്നു. ഫേവർ വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് ഈ ചർച്ചിൽ ഒരു ഫേവർ വെളിപ്പെടാൻ പോകുന്നു. ഫേവർ അല്പം കൂടിയത് കൊണ്ട് ഇന്ന് ഈ പൊസിഷനിൽ ഇരിക്കുന്നത്, ഫേവർ താങ്കൾക്ക് അധികം നൽകിയത് കൊണ്ട് ഇന്ന് ഇവിടെ കൊട്ടാരക്കരയിൽ ഇരിക്കേണ്ട താങ്കളെ ഈ ബാംഗ്ലൂർ പട്ടണത്തെ നെറുകയിൽ നിന്ന് ഒരു വലിയ അഡ്മിനിസ്ട്രേഷനിലൂടെ ദൈവം നിർത്തിയതിന്റെ കാരണം ആരോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ആരോ നേർന്നത് കൊണ്ടോ മാത്രമല്ല, ഫേവറാണ്. ആമേൻ പറ. ഫേവറാണ്. ഫേവർ ഫേവർ ദൈവത്തിൽ നിന്ന് താങ്കൾക്ക് ലഭിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ആത്മീക പൊസിഷൻസുകൾ മാറാൻ തുടങ്ങും. ആത്മീക പദവികൾ മാറാൻ തുടങ്ങും. ആഭിചാരങ്ങൾക്ക് നിന്നെ ചെയ്യാൻ ക്ഷീണിക്കും. ദുരാത്മാക്കൾ നിന്നെ ഏത് ക്ഷീണിക്കും. ദുഷ്ടശക്തികൾ നിന്നെ തൊടാൻ ഭയക്കുമെന്നല്ല, അവർ ക്ഷീണിക്കും. അവർ ക്ഷീണിക്കും. അവന്റെ ആയുധങ്ങൾ ക്ഷീണിക്കും. മോനെ, ഒരു ഫേവർ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. ഒരു ഫേവർ നിനക്ക് വേണ്ടി. ആമേൻ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഒരു 2 മിനിറ്റ് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഒരു വലിയ ഫേവർ കർത്താവേ, ഒരു വലിയ ഫേവർ 20-ാം ദിനത്തിൽ ദൈവം ചിലതിന് ഫേവർ തരാൻ പോകുന്നു. ഒരു സ്പെഷ്യൽ ഫേവർ. ഒരു സ്പെഷ്യൽ ഫേവർ. ഒരു സ്പെഷ്യൽ ഫേവർ. ജന ധാൽമന ശ്മന രകസ്മന അജല പ്രബദന അദനഗതഗതന അശ്മരേദി അടൽ പ്രബചക അസ്മനോദിക അജല രഗതന ശ്വാനഗത. ഭൂമിയിലുള്ള ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഒരു വലിയ ഫേവർ വീഴട്ടെ. ഒരു വലിയ ഡിവൈൻ ഫേവർ വീഴട്ടെ. ഫേവർ നിന്റെ മേൽ ഉണ്ടെങ്കിൽ ആമേൻ, എത്ര കടൽ തിരകൾ നിനക്കെതിരെ ഇളകി വന്നാലും ഒരു ഫേവറിൽ നീ നിൽക്കാൻ തുടങ്ങിയാൽ വഴി തുറക്കാത്തത് നിനക്ക് വേണ്ടി വഴി തുറക്കും. അടിമയായത് നിനക്ക് വേണ്ടി സ്വാതന്ത്ര്യമായി മാറും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കേ. ഇത് ഫേവറിന്റെ രാത്രിയാണ്. ഇത് ഫേവറിന്റെ രാത്രിയാണ്. കൃപാവരത്തിന്റെ ഫേവറുകൾ, വെളിപ്പാടിന്റെ ഫേവറുകൾ, അഭിഷേകത്തിന്റെ ഫേവറുകൾ ഇന്ന് രാത്രി ആത്മാവ് ചെയ്യട്ടെ, ചെയ്യട്ടെ. ആ വാക്ക് തന്നെ ആത്മാവ് എന്റെ നാവിൽ തരുന്നു. ഒരു ഫേവർ, ഒരു ഫേവർ. മോശേ, നിന്റെ മേലൊരു ഫേവർ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ. എലിയാവേ, നിന്റെ മേലൊരു ഫേവർ ഉണ്ട്. കൂട്ടത്തിൽ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല, കൂടിയിരുന്ന എല്ലാവർക്കും അത് പതിയണമെന്നില്ല. പക്ഷെ കരയുന്ന നിന്റെ മേൽ, പ്രാർത്ഥിക്കും നിന്റെ മേൽ, കൂടാരം വിട്ട് പോകാത്ത നിന്റെ മേൽ, കർത്താവിന്റെ കാലെ പിടിച്ച് കരയും നിന്റെ മേൽ, കർത്താവിനെ വിട്ട് പോകാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ നിന്റെ മേൽ, ഇന്ന് രാത്രി വില കൊടുത്ത നിന്റെ മേൽ ഒരു ഫേവർ വെളിപ്പെടുകയാണ്. രഗമ 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 രഗമന രഗമന ധനഹദന ശ്മനഘടന സമർദ്ദമാനി ജലപ്രഭജക സ്മനാദി ഔഷസ്മിനീയ. അന്യഭാഷ വാതുറന്നോ, അന്യഭാഷ പറഞ്ഞോ. 20-ാം ദിനം ഫേവറിന്റെ രാത്രിയാണ്. 20-ാം ദിനം ഫൈറ്റിങ്ങിന്റെ രാത്രിയല്ല. 20-ാം ദിനം ഫേമസിന്റെ രാത്രിയല്ല. 20-ാം ദിനം ഫേവറിന്റെ രാത്രിയാണ്. ബന്ധനമുണ്ടെന്ന് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഒരു ഫേവർ ഉണ്ട്, ഒരു ഫേവർ ഉണ്ട്. അത് പ്രാപിക്ക്. അതിരാത്രി പ്രാപിക്ക്. എനിക്കൊരു ഫേവർ തരാൻ പോകുക. എന്റെ അഭിഷേകത്തിന്റെ വിഷയത്തിൽ, എന്റെ കുഞ്ഞിന്റെ പഠനത്തിന്റെ വിഷയത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷയുടെ വിഷയത്തിൽ, അങ്ങനെ ഞങ്ങളുടെ തലമുറയുടെ വിഷയത്തിനകത്ത് ഒരു ഫേവർ വെളിപ്പെടാൻ പോകുക. ഒരു ഡെലിവറൻസ് തരുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതിനകത്തൊരു ഫേവർ വെളിപ്പെടാൻ പോകുക. ക്ഷീണിതരായെങ്കിലും ഞാൻ അങ്ങോട്ട് വരിക. അവൻ ആത്മാവിന്റെ ദൂത ഫേവർ വെളിപ്പെടാൻ പോകുന്നു. 2 പെൺകുഞ്ഞുങ്ങളുടെ മേൽ ഒരു ഫേവർ, മൂത്തവരുടെ മേൽ ഒരു ഡിവൈൻ ഫേവർ, ഫേവർ വെളിപ്പെടാൻ പോകുന്നു. നീ ഡെലിവറൻസ് അല്ല ഇന്ന് രാത്രി ചോദിക്കേണ്ടത്, എനിക്ക് അങ്ങനെ ഫേവർ ഇതാ. എന്റെ മക്കളുടെ മേൽ ഫേവർ വെളിപ്പെട്, ഒരു വലിയ ഫേവർ വെളിപ്പെട്. എന്റെ പ്രസാദം, ദൈവ പ്രസാദം
ചിലതിന് മേൽ ദൈവ പ്രസാദം വിടട്ടെ. ഈ രാത്രി പ്രസാദം വിടട്ടെ. എന്നോട് പ്രവചിച്ചില്ലെങ്കിലും, എന്നോട് ദൂത് പറഞ്ഞില്ലെങ്കിലും, എന്നോട് വെളിപ്പാട് പറഞ്ഞില്ലെങ്കിലും, കർത്താവേ ഇന്ന് രാത്രി പ്രസാദിക്കേ, പ്രസാദിക്കേ, പ്രസാദിക്കേ. കെവിന്റെ മേൽ ദൈവം ചെയ്യട്ടെ, കെവിന്റെ മേൽ ദൈവം ചെയ്യട്ടെ. ഒരു വലിയ ഫേവർ, ഒരു ഡിവൈൻ ഫേവർ. ഓ ശ്മന ലൈജസ്മാനിയ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ആശയങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് ക്രൂശിൽ മറഞ്ഞാൽ എന്ത് ലഭിക്കുമെന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത്. ക്രൂശിൽ മറഞ്ഞാൽ, സ്തോത്രം, അതിൻ്റെ ഒടുവിൽ കൊണ്ട് നിർത്തിയത് ക്രൂശിൽ മറഞ്ഞാൽ പൗലോസേ നിനക്ക് ലഭ്യമാകുന്ന ദൈവത്തിൻ്റെ ഫേവറാണ്. കണ്ടോ, ക്രൂശിൽ മറഞ്ഞാൽ ലഭ്യമാകുന്ന ദൈവത്തിൻ്റെ ഫേവറാണ്, ഫേവറാണ്. ഇനി ശ്രദ്ധിച്ചേ, വിഷയത്തിലേക്ക് വേഗത്തിൽ വരാം, സമയമില്ലല്ലോ. ഈ കൊരിന്തിൽ ദൈവം പൗലോസിന് വെച്ച ഒരു ഡെസ്റ്റിനി ഉണ്ട്. കൊരിന്തിലെ ഡെസ്റ്റിനി, കൊരിന്തിലെ ഡെസ്റ്റിനി. ഞാൻ ഈ കൊരിന്തിലെ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡ് ഒരു കാര്യം പറയാം. പൊതുവിൽ ഒരു ആത്മീകന്റെ വളർച്ച ആരംഭിക്കുന്നത് രക്ഷാദാനത്തിലൂടെയാണ്. ഒരു ആത്മീകന്റെ വളർച്ച ആരംഭിക്കുന്നത് രക്ഷാദാനം, ആമൻ, സ്നാനം, യെസ്, തിരുമേശ, ആമൻ, കൂട്ടായ്മ, ആമൻ, ആമൻ, ആമൻ. ഇത് രക്ഷാദാനത്തിലൂടെയാണ് ഒരുവന്റെ ആത്മീക വളർച്ച ആരംഭിക്കുന്നത്. ആ വളർച്ചയുടെ, രക്ഷാദാനത്തിലൂടെ ഒരുവൻ വളർന്ന വളർച്ചയുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്, ആമൻ, പിണങ്ങരുത്, സ്വർഗത്തിൽ പോകുക മാത്രമല്ല ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ കൃത്യമായ ഡെസ്റ്റിനി എന്ന് പറയുന്നത് രക്ഷാദാനത്തിൽ അവനകത്ത് കയറ്റുക. രക്ഷാദാനത്തിൽ ഇതിൻ്റെ അകത്ത് ഒരുവനെ കയറ്റി അവനെ ആ വളർച്ചയിൽ കൊണ്ടുവന്ന്, ദൈവത്തിൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് അവനെ ഓടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുക മാത്രമല്ല, മറുഭാഗം കേൾക്കണം, ദൈവത്തിന് ഇഷ്ടം അവനെ ദൈവത്തെ പോലെയാക്കി മാറ്റുക എന്നതാണ്. ആ ഡെസ്റ്റിനി, ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവത്തിൻ്റെ ഡെസ്റ്റിനി ഒരുവനെ ദൈവത്തെ പോലെയാക്കി മാറ്റുക. അതിന് മറുവശം ഞാൻ പറയാം, അതിന് മറുവശം ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തുക എന്നതാണ്. ഇത് പൊതുവിൽ ഒരു കോമൺ ഡെസ്റ്റിനിയാണ്, ദൈവത്തിൻ്റെ ഡെസ്റ്റിനി, നമ്മെക്കുറിച്ചുള്ളൊരു കോമൺ ഡെസ്റ്റിനിയാണിത്. ഇനി കൊരിന്തിലെ വിഷയം ഞാൻ പറയാം. കൊരിന്തിലെ പൗലോസിൻ്റെ പൗലോസിൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് 5-ാം വാക്യമാണ്. നമ്മൾ ഒത്തിരി തവണ വായിച്ച വാക്യമാണ്. ഒന്ന് വായിച്ച, ഒത്തിരി തവണ വായിച്ച വാക്യം, 5-ാമത്തെ വാക്യം. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നു. മതി, നല്ല രാമൻ പറഞ്ഞാട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഇനി കൊരിന്തിലെ ഡെസ്റ്റിനി എന്താണെന്ന് പറയാം. കൊരിന്തിലെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് പൗലോസിനെ കൊരിന്തിലെ സഭ സ്ഥാപിക്കുക എന്നതല്ല, പൗലോസിനെ കൊണ്ടൊരു മെഗാ ചർച്ച് അവിടെ ബിൽഡ് ചെയ്യുക എന്നതല്ല. തൻ്റെ ദൈവത്തിൻ്റെ കൊരിന്തിലെ പൗലോസിൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനമാക്കി മാറ്റുക. ആമേൻ. കണ്ടോ ദൈവത്തിൻ്റെ ഡെസ്റ്റിനി? കണ്ടോ, കൊരിന്തിലെ ഡെസ്റ്റിനി പൗലോസിനെ ദൈവശക്തിയുടെ പ്രദർശനമാക്കി. ഇത് മാറ്റണമെങ്കിൽ ഈ ഫേവർ വന്നേ പറ്റത്തുള്ളൂ. കണ്ടോ, അപ്പോൾ കൊരിന്തിലെ പൗലോസിൻ്റെ ഡെസ്റ്റിനിയാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനമാക്കി മാറ്റുക എന്നത് കൊരിന്തിലെ ഡെസ്റ്റിനിയാണ്. ഇനി കേട്ടെ, ദൈവം പൗലോസിനെ എവിടെ നിന്നാണ് ദൈവത്തിൻ്റെ ഡെസ്റ്റിനിയിലേക്ക് അകപ്പെടുത്തിയെന്നറിയണ്ടേ? ഭയം, ബലഹീനത, നടുക്കം, ഇവിടെ നിന്നാണ് ദൈവം പൗലോസിനെ ദൈവശക്തിയുടെ പ്രദർശനം എന്ന ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുവന്നത്. എവിടെ നിന്ന? ബലഹീനത, ഭയം, ഈ പ്രതിഭാസത്തിൽ നിന്ന് ഇവിടെ നിന്ന് ദൈവം പൗലോസിനെ ദൈവത്തിൻ്റെ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാനൊരു ദൂത് പറയാം, ചാരമായി പോകുന്ന ചിലതിനെ എൻ്റെ ദൈവം ചരിത്രമാക്കി മാറ്റാൻ പോകുകയാണ്. ചാരമായി പോയ ചിലതിനെ
ഈ പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗത്തിൽ നീ ഒരു ചരിത്രമാക്കി മാറ്റാൻ പോവുകയാണ്. എത്ര പേരാമേൻ പറയുന്നുണ്ട്? തകർന്ന് പോയി ഇനി എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ ചില കുടുംബത്തിൻ്റെ വിഷയങ്ങൾ, ചില വിഷയങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇനി ഒരിക്കലും ജയം ലഭിക്കില്ല എന്ന് പിശാച് മുഖത്ത് നോക്കി വെല്ലുവിളിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ, ഈ പ്രാർത്ഥന തീരുന്ന മുമ്പ് ദൈവത്തിൻ്റെ ഡെസ്റ്റിനിയിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടു ചെല്ലും. അപ്പോൾ ഇന്നേക്ക് ശ്രദ്ധിക്കുക, ഒരു വേർഡ് പറ, നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഈ ഡെസ്റ്റിനിയിലേക്ക് ഒരുവനെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത് കണ്ടോ? ഇത്രയും പ്രതിമാസത്തിൽ നിന്നാണ് ദൈവം ഒരുവനെ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ പൗലോസിനെ ദുർബലനെ ശക്തനാക്കിയാണ്, ബലഹീനനെ ശക്തനാക്കിയാണ്. കണ്ടോ? വീരത്വമുള്ളവനെ ധൈര്യത്തോടെ കൊണ്ട് നിറക്കിയ, എവിടെ നിന്ന് കൊണ്ടുപോകുന്ന അളവ് കണ്ടോ? ഇനി ശ്രദ്ധിക്കുക, ഈ ഫ്രീഡം ഒരാളെ എത്തിക്കുന്നത് ദൈവത്തിൻ്റെ ഡെസ്റ്റിനിയിലേക്കാണ്. ഇതാ നമ്മുടെ തോത്. മനസ്സിലായോ? നല്ല കുറച്ചും കൂടെ ഷാർപ്പാണത്. ഫ്രീഡം കൊണ്ട് എത്തിക്കുന്നത് നമ്മ എവിടെയാണ്? അപ്പം പൗലോസിനകത്ത് ബലഹീനത, നടുക്കം, ഭയം, ഇങ്ങനെയുള്ള അടിമത്തം തൻ്റെ മേൽ കിടപ്പുണ്ട്. മനസ്സിലായോ? അടിമത്തം കിടപ്പുണ്ട്. ഈ അടിമത്തത്തിനകത്ത് മിനിസ്ട്രി ചെയ്യേണ്ടത്, ഈ അടിമത്തത്തിനകത്ത് നിന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ലക്ഷ്യം ഈ അടിമത്തത്തിൽ നിന്ന് ഈ ദൈവം ഫ്രീഡം കൊടുത്ത് ഈ ഫ്രീഡം തന്നെ കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ ഡെസ്റ്റിനിയുടെ തലത്തിലാണ്. എത്ര പേരാമേൻ പറയുന്നുണ്ട്? ഇന്ന് രാത്രി ഒരു ബന്ധിക്കപ്പെട്ട അനുഭവത്തിലാണ് ബ്രദർ നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നുവെങ്കിൽ ദൈവം നിനക്ക് തരുന്നത് ദൈവത്തിൻ്റെ ഫ്രീഡം. എന്തിനാണെന്നറിയണ്ടേ? നിനക്ക് നൽകുന്ന ഫ്രീഡം, ആ ഫ്രീഡം തന്നതിലൂടെ, ആ ഫ്രീഡത്തിലൂടെ ദൈവത്തിൻ്റെ ഡെസ്റ്റിനിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ്. റിയാലിറ്റി. ശരിയല്ലേ? ശരിയാണ്. എത്ര പേർ അംഗീകരിക്കുന്നു ശരിയാണെന്ന്? ഇസ് എ കറക്റ്റ്? ആമേൻ. അപ്പോൾ ഫ്രീഡം മോനെ എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേറ്റ്, വേഗത്തിൽ മോനും കൂടെ എഴുന്നേറ്റ്, രണ്ടുപേരും എഴുന്നേറ്റ് വാ വന്ന്. അപ്പോൾ ഫ്രീഡം ഒരുത്തനെ ദൈവം കൊടുക്കുന്നതിലൂടെ ദൈവത്തിന് ലക്ഷ്യം കണ്ടോ? അവൻ എവിടെ കൊണ്ടുപോകുന്നു? എവിടെ കൊണ്ടുപോയേ? ഫ്രീഡം കൊടുത്ത് ഭയം, ബലഹീനത, നടുക്കം, ആശങ്ക, എല്ലാ പോരാട്ടവും, എല്ലാ ബന്ധനവും, എല്ലാ വെല്ലുവിളികളുടെയും നടുവിൽ നിന്ന് ദൈവം ഇയാൾ എവിടെ കൊണ്ടുപോകുന്നു? പറ. എവിടെ കൊണ്ടുപോകുന്നു? ഇതിപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്ന് ഇവനെ നല്ലൊരു മിനിസ്ട്രി ആക്കണമെന്നല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ. ഞാൻ 5 മിനിറ്റ് ശബ്ദം കുറയ്ക്കുക, എങ്കിൽ എനിക്ക് പിന്നെ ശബ്ദം കൂട്ടാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ബലഹീനത നടുവിൽ നിന്ന് പൗലോസിനെ രക്ഷിച്ച് ലോകമറിയുന്ന ഒരു പ്രഭാഷകനാക്കി കൊണ്ടുപോകുകയല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. അതൊക്കെ വിളിക്കകത്തതെല്ലാം ഉണ്ട്. ആര് കൊണ്ടുപോയാലില്ലേലും വിളിക്കകത്തതെല്ലാം ഉണ്ട്. മറന്നു പോകരുത്, വിളിക്കകത്തുണ്ട്. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് ഇത്രയും ലോ ലെവലിൽ നിന്ന്, പിശാചിൻ്റെ കൈകളിൽ നിന്ന് ദൈവം പൗലോസിനെ പൊക്കിയെടുത്ത് ഫ്രീഡത്തിൽ നിറച്ച് അവനെ കൊണ്ടുപോകുന്നത് ദൈവത്തിന് അവനെക്കുറിച്ച് ഇൻഡിവിജ്വലി ചെയ്യാനുള്ള ദൈവത്തിൻ്റെ ഡെസ്റ്റിനിയുടെ അടുക്കലേക്കാണ്. ഈ പ്രാർത്ഥന കെട്ടുപൊട്ടുക മാത്രമല്ല, ബന്ധനമഴിയുക മാത്രമല്ല. എന്തിനാ ഈ പ്രാർത്ഥനയിൽ ബന്ധനമഴിക്കുന്നത്? എന്തിനാ? വാക്യമില്ലേ? യശയ്യാ പറഞ്ഞ വാക്യം എന്താ? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ ഇതല്ലോ എനിക്കിഷ്ടമുള്ള. എന്തിനാ ഈ ഫാസ്റ്റിങ്ങിൻ്റെ അകത്ത് ഇതെല്ലാം തകർക്കുമെന്ന് അറിയണ്ടേ? ഇത് തകർത്താൽ മാത്രമേ നിനക്കൊരു ഫ്രീഡം ലഭിക്കുകയുള്ളൂ. ഈ ഫ്രീഡം നിനക്ക് തരുന്നത് ദൈവത്തിന്റെ ഡെസ്റ്റിനിയിൽ എത്താൻ വേണ്ടിയാണ്. ഓ ജീസസ്! എത്ര പേരാമേൻ പറയുന്നുണ്ട്? ഈ ചർച്ചിൽ ചില വ്യക്തികൾക്കകത്തേക്ക് നിനക്ക് ഈ ഡെസ്റ്റിനിലേക്ക് എത്താൻ പറ്റുന്നില്ല. റൈറ്റ്? ചിലർക്ക് എത്താൻ പറ്റുന്നില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി ഓടേണ്ട ചിലത് എഴയുകയാ. ഇന്ന് രാത്രി ഓടേണ്ട ചിലത് എവിടെ എഴയുകയാ. പക്ഷെ ഇന്ന് രാത്രി ദൈവം ദൂത് പറയുന്നത് നിന്നെ എഴയിക്കുന്നതല്ല, ഇന്ന്
ഇന്ന് നിന്നെ ഓടിപ്പിക്കുന്ന ഒരു വലിയ അഭിഷേകത്തെ ഏറ്റെടുത്തോ ഇന്ന് രാത്രി, ഏറ്റെടുത്തോ ഇന്ന് രാത്രിയിൽ, ഏറ്റെടുത്തോ. എവിടെ എത്തിപ്പെടാൻ പറ്റാതെ, കരയ്ക്കടിയാൻ പറ്റാതെ, എവിടെ മൂവ് ചെയ്യാൻ പറ്റാതെ, പണ്ട് പ്രാർത്ഥിച്ചതല്ലേ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? പണ്ട് മൂവ് ചെയ്ത ആളല്ലേ ഇപ്പൊ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താ മൂവ് ചെയ്യാൻ പറ്റാതെ നിന്നെ പിടിച്ചു നിർത്തുന്ന ഇരുട്ടുകളെ ഇന്ന് രാത്രി ദൈവം ഒരു വലിയ ഫ്രീഡത്തെ നിനക്ക് നൽകിയിട്ട് ദൈവത്തിന് മാത്രം എത്തേണ്ട ഡെസ്റ്റിനിയിലേക്ക് ഈ ചർച്ചിനെ, ഈ ഫാസ്റ്റിന് ഞാനൊരു പേരിടുകയാ, ദ ഡെസ്റ്റിനി ഫാസ്റ്റിംഗ് പ്രയർ. ദൈവത്തിന്റെ ഡെസ്റ്റിനിയിലേക്ക് ഈ ചർച്ചിനെ കൊണ്ടുവരാൻ പോകുകയാണ്. ഡെസ്റ്റിനിയിലേക്ക് കേട്ടോ, ദൈവം പറഞ്ഞ ഡെസ്റ്റിനിയിലേക്ക്, ദൈവം പറഞ്ഞ ഡെസ്റ്റിനിയിലേക്ക്, ദൈവം താങ്കൾക്ക് പറഞ്ഞ ഡെസ്റ്റിനിയിലേക്ക് ഈ പ്രാർത്ഥന കൊണ്ടുവരുന്ന രാത്രിയാണ്. 20-ാം ദിനം രാത്രിയിൽ ഇത് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സായി ഡെസ്റ്റിനിയിലേക്ക്, ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു ഡെസ്റ്റിനിയുടെ അളവിലേക്ക് പരിശുദ്ധാത്മാവ് അതിനെ കൊണ്ടുവരട്ടെ. ഭൂമിയിലുള്ള ആത്മാവ് ആരാധിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി ഡെസ്റ്റിനിയിലേക്ക് നിന്നെ വിടാതെ പിന്തുടർന്ന് നിന്നെ ഇരുത്തിക്കളയ, സ്റ്റക്കാക്കി, നിന്നെ മടിപ്പിച്ച, നിന്നെ ക്ഷീണിപ്പിച്ച, നിന്നെ അലച്ച, നിന്റെ അഭിഷേകത്തെ ചോർത്തിക്കളഞ്ഞ് വാ പോലും പൊങ്ങാതെ പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്നെ അടിമപ്പെടുത്തുമ്പോൾ, കൈ പോലും കൊട്ടാൻ കഴിയാതെ നിന്നെ ബന്ധിച്ച് കളയുമ്പോൾ, ഇന്നത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലതിനെ അവന്റെ ഡെസ്റ്റിനിയുടെ അളവിലേക്ക് ഈ പ്രസംഗിക്കുന്ന എന്റെ ലൈഫിലും ഒരു വലിയ ഡെസ്റ്റിനി എത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരു വലിയ ഡെസ്റ്റിനി അളവിൽ എത്താൻ പോകുന്നു. ദൈവം പറഞ്ഞ ദൂതിലേക്ക്, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക്, ദൈവം പറഞ്ഞ വെളിപ്പാടിലേക്ക്, ദൈവം പറഞ്ഞ നിയോഗത്തിലേക്ക്, ദൈവം നിന്നോട് പറഞ്ഞ സകല പ്രോമിസിലേക്കും ഇന്നത്തെ രാത്രിയിൽ ഇടം വലം നോക്കാതെ ദൈവം ചിലതിനെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുക. ദൈവം ചിലതിനെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുക. ഇത് ആത്മാവിൽ തിരിച്ചറിഞ്ഞോ, ആത്മാവിൽ തിരിച്ചറിഞ്ഞോ, ഇത് ആത്മാവിൽ തിരിച്ചറിഞ്ഞോ. ശമന അടകജന അശ്മനാദി അർത്ഥപ്രവന അടമനാദി അസ്മനാദി ഹറബന. എനിക്ക് പോരാട്ടമുണ്ടെന്നല്ല, എനിക്ക് വെല്ലുവിളി ഉണ്ടെന്നല്ല, എനിക്ക് പോരുണ്ടെന്നല്ല. ഇന്നത്തെ രാത്രിയിൽ ഡെസ്റ്റിനിയിൽ ദൈവം നിന്നെ കൊണ്ടെത്തിക്കുകയാണ്. ഈ ഡെസ്റ്റിനിയിൽ കൊണ്ടെത്തിക്കാൻ ദൈവം ചെയ്യുന്ന മാർഗങ്ങൾ ഫേവർ തരുന്നു, ഫ്രീഡം തരുന്നു. കണ്ടോ, പോരാട്ടം 100 അവിടെ കിടന്നാലും നിന്നെ ഡെസ്റ്റിനിലെത്തിക്കാൻ ദൈവത്തിൻ്റെ പക്ഷത്തും ദൈവം നിനക്ക് ചെന്ന് കണ്ടോ ഫേവർ തരുന്നു. പൗലോസേ, നിനക്ക് ഫേവർ തരുന്നു. നിന്റെ ദർശനത്തിന് ആമേൻ പറയാൻ ആരുമില്ലെങ്കിലും, നിന്റെ നിയോഗത്തിന് ആമേൻ പറയാൻ ഒരാളുമില്ലെങ്കിലും, പാസ്റ്റർ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാൻ ഒരാളുമില്ലെങ്കിലും, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയാം, നിന്നെ ഡെസ്റ്റിൽ നീ എത്തിയിരിക്കും. ഈ ഡെസ്റ്റിൽ എത്തിയിരിക്കും. ആമേ കേട്ടോ, കേട്ടോ, തൊടുക കേട്ടോ. ഇത് മലയാളിയാണ് പാസ്റ്റർ, ഈ കന്നഡ മനസ്സിലാകുന്നില്ലല്ലേ? എങ്കിലും തൊടുന്നുണ്ടല്ലേ? എന്തെങ്കിലും തൊടുന്നുണ്ടോ ചോദിക്കും പാസ്റ്ററെ. Is the Lord touching you, Smitha? You feel the Lord's presence? Yes. ട്രാൻസ്ഫറിൻ്റെ കുറവുണ്ട് കേട്ടോ. സ്തോത്രം. തൊടുന്നില്ലേ? Don't you feel the mighty presence of the Lord touching you? Yes. തൊടുക പരിശുദ്ധാത്മാവ്. ചിലപ്പോൾ തൊടുക ഈ രാത്രിയിൽ. ആ 3-ാമത്തെ റോ, ആ ബ്ലാക്ക് ഷട്ടിൽ സ്കൈപ്പുള്ള ബത്തി ഇവൻ തൊടുക കേട്ടോ. ആഭിചാരം നിൽക്കട്ടെ, പോര് നിൽക്കട്ടെ, ദേശമിളകട്ടെ, ദേശാധിപതി നിൽക്കട്ടെ, നിനക്കെതിരെ ആരെ സൈന്യമായി എഴുന്നേറ്റാലും മറുഭാഗത്ത് അവൻ്റെ ഫേവറും അവൻ്റെ ഫ്രീഡവും നിന്നെ രക്ഷിക്കാൻ. ചില സമയത്ത് പാസ്റ്ററെ നമുക്ക് പ്രാർത്ഥിക്കൊരു ദൂത് കേൾക്കാൻ ഒരുത്തനെയും കിട്ടത്തില്ല. ആ വാക്ക് അങ്ങനെ തന്നെ പറയട്ടെ. ഒരാളെയും ചുമ്മാ നോക്കിയാൽ തേര പാര ബാംഗ്ലൂർ ഹൈവേ നോക്കിയാൽ പ്രഭാതകമടം നേരെയായിരിക്കും. പക്ഷെ ചില സമയത്ത് ഒരു പ്രോബ്ലത്തിനകത്ത് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും ഒരാളെയും കിട്ടത്തില്ല. പക്ഷെ ആ പ്രാർത്ഥിക്കാൻ ഒരാളെ പോലും കിട്ടാത്ത ഇടവേളകളിൽ നീ പോലും അറിയാതെ അവൻ്റെ ഫേവർ നിനക്ക് തന്നുകൊണ്ടേയിരിക്കും.
Yes, Master Oh God. God. ആ ഫേർ അനുഭവിക്കണം കേട്ടോ. ആ ഫേർ അനുഭവിക്കണം കേട്ടോ. ആ ഡെസ്റ്റിനിലേക്ക് ദൈവം നിന്നെ എത്തിപ്പിക്കാൻ പോവുക കേട്ടോ. ശകലഘടകജസ്മന, ആ ഡിവൈൻ ഡെസ്റ്റിനി നിനക്കെത്താൻ ദൈവത്തിൻ്റെ നിയോഗമുണ്ട്. രക്തത്താൽ ജയം. അവൻ കോമൺ ഒരു ദൂത് പറയാൻ എനിക്ക് നിയോഗം ലഭിച്ചില്ലെങ്കിലും ഇത് കഴിഞ്ഞാൽ പാസ്റ്റർ അനുവാദത്താൽ പ്രാർത്ഥിക്കും. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൂതെടുക്കും. ഒരു കോമൺ ദൂത് പറയാൻ അവസരം ലഭിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു നിയോഗം ദൈവം എനിക്ക് തന്നില്ലെങ്കിലും ഇത് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ദൂതെടുക്കും. പക്ഷേ ഈ വചനം കേട്ടോ ഒരു വലിയ ഡെസ്റ്റിനിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. പറ, കൈ ഉയർത്തി പറ, ഞാനൊരു ഡെസ്റ്റിനിലേക്ക് എത്താൻ പോവുകയാണ്. Praise the Lord. Amen. ഞാൻ ഡെസ്റ്റിനിലേക്ക് എത്താൻ പോവുകയാണ്. ഈ ഫാസ്റ്റിംഗ് എന്നെ വെറുതെ കൊണ്ടുവന്നതല്ല, ഈ ഫാസ്റ്റിംഗ് നമ്മുടെ ഡെസ്റ്റിനിൽ എത്തിക്കാൻ കൊണ്ടുവന്നതാണ്. ഈ ഫാസ്റ്റിംഗ് വെറുതെ വന്നതല്ല. ഓ ഗോഡ്, സമയമില്ലാത്തുള്ളത് കൊണ്ട് ഞാൻ വന്ന് ഇരുന്നതല്ല. അച്ഛാ ആന്റി ദൂതേറ്റെടുത്തോ, ലീവ് എടുത്ത് ഇന്ന് രാത്രി ഇവിടെ വന്ന് ഇരുന്ന് കരങ്ങി ദൂത് ഏറ്റെടുക്കുന്ന റീസൺ ഞാൻ പറയാം. നിന്റെ ഡെസ്റ്റിനിയുടെ സമയമായി. ദിസ് ഈസ് അവർ സീസൺ. ഇത് നിന്റെ സീസന്റെ സമയമായി, നിന്റെ ഡെസ്റ്റിനിയുടെ സമയമായി, നിന്റെ ഡെസ്റ്റിനിൽ ദൈവം നിന്നെ എത്തിക്കാൻ സമയമായി. ഓ ഇത് സീസൺ ടൈമായി, നിന്നെ കൈക്ക് പിടിക്കേണ്ട സമയമായി. അസ്മന പ്രവചകന വൈശസ്മനാദിയ ലാരഘടകജന ധുനിഘടകജന. ആമേ 2 മിനിറ്റ് ആത്മാവ് നിറഞ്ഞോ, 2 മിനിറ്റ് സ്വതന്ത്രത്തോടെ ആത്മാവിൽ നിറഞ്ഞോ. ശ്മാന അടകജന റബസ്മനാദി ആത്മമണ്ഡലങ്ങൾ തുറക്കുന്നതിനകത്ത് ആത്മാവിൽ സഞ്ചരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മ എഴുന്നേൽപ്പിക്കുന്നു. ശ്മാന ദുൽമറോ ശ്മിക്കാലം അറബത്തൂനം അടകചൂട മന്ദരം ദരാദിയ. ബന്ധിച്ച ബന്ധനങ്ങൾ ചണനൂല് പോലെ പൊട്ടിച്ചു കളഞ്ഞ ആത്മശക്തിക്കകത്ത്, ആത്മനിയോഗത്തിനകത്ത് ഈ രാത്രി അതിനെ ഓട്ടിച്ച് കയറ്റുകയാണ്. കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ, കൃപാവരത്തിന്റെ ശക്തിയുടെ പകർച്ചകൾ ഇന്ന് രാത്രി ഹാളിൽ സംഭവിക്കട്ടെ, 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 ആത്മാവിൽ സംഭവിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ, ഈ ഹോൾ മുഴുവനും ഇരിക്കുന്ന ജനം മുഴുവനും ആത്മാവിൽ സൂമിൽ മുഴുവനും ഇത് പ്രാപിക്കട്ടെ. പാസ്റ്റർ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ വലിയ ടെസ്റ്റിമണികൾ, റിലാക്സ് ആയെന്നുള്ള ടെസ്റ്റിമണികൾ സൂമിൽ കേൾക്കാൻ പോകുകയാണ്, സൂമിൽ കേൾക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ കാലങ്ങൾ കൊണ്ട് പിഴുതുപറിച്ച ഇരുട്ടിന്റെ തായ് വേരുകൾ ഇന്നത്തെ രാത്രിയിൽ ഈ അഭിഷേകത്തിനകത്ത് ഓടയട്ടെ, ഓടയട്ടെ, ഓടയട്ടെ. റശ്മാ റശ്മാ രശ്മേ രശ്മോ രശ്മനാദി രസ്മനാദി അടബ പ്രവചനാദി രശ്മലോറിയ റിയസ്മിയന്തേ ലബ്രബജാന ശുമറോതുനിയ റാസ്മിക്കൽ മറൂയ അറമറമദനിയ അടകജാന ഹദുനിയ അദസ്മനാദിയ. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ സ്വാതന്ത്ര്യം വിടട്ടെ, ഒരു വലിയ അധികാരം വിടട്ടെ. യേശുവിന്റെ നാമത്തിൽ അവൻ ബന്ധിച്ചു വെച്ച അവന്റെ ബന്ധനങ്ങൾ സൂമിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞാൻ ഈ ദൂത് സൂമിൽ പറയുക. ശത്രു കെട്ടിയപ്പച്ച ചില പോരുകൾ, ശത്രു ബന്ധിച്ചുള്ള ബന്ധനങ്ങൾ, തലമുറ വിഷയങ്ങൾ, ഇതാ ഇപ്പോൾ രോഗ വിഷയങ്ങൾ, ഇപ്പോൾ യേശുവിന്റെ നാമത്താൽ ആത്മാവിൽ കൽപ്പിക്കുമ്പോൾ അത് വേരോടെ 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 വിട്ടുകൊടുത്താരോ നീ വിട്ടുകൊടുത്താരാധിക്ക്, നീ വിട്ടുകൊടുത്താരാധിക്കടാ. മുട്ടുമേൽ നിൽക്ക്, എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്, മുട്ടുമേൽ നിന്ന് ആരാധിക്ക്. സോറി, കൈയടിച്ചാരാധിക്കുക കെട്ടായിട്ട്. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ മേൽ വലിയ വിളികിടപ്പുണ്ട്, വലിയ വിളികിടപ്പുണ്ട്. എവിടെയോ സ്റ്റക്കായി പോയവൻ ദൈവത്തിന്റെ ഡെസ്റ്റിനിക്കകത്ത് റീച്ച് ആകാതെ വേണം. ഇവനെ കെട്ടിവെച്ച പോരുകൾ, ഇവനെ കെട്ടിവെച്ച പോരുകൾ യേശുവിന്റെ 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 നാമം, യേശുവിന്റെ നാമം എടുത്തെറിയുന്നത് പോലെ കൃപാവരങ്ങൾ തുറന്ന് ജോലിയിലൂടെ കർത്താവിന്റെ വേല ഇപ്പോൾ ചെയ്യും. അത് കഴിഞ്ഞ് ഫുൾ ടൈം മിനിസ്ട്രിയായി ഞാൻ നിന്നെ വേർതിരിക്കും. അങ്ങനത്തെ ഒരു നിയോഗം ഇന്ന് രാത്രിയിൽ മോനെ നിനക്ക് വേണ്ടി വെളിപ്പെടുന്നു.
തീ പിടിക്കുന്നത് പോലെ, തീ പിടിക്കുന്നത് പോലെ ആത്മശക്തിയാൽ, ആത്മനിറവിനാൽ രാവിലെ ഇടപെട്ടത് പോലെ ഒരു നിറഞ്ഞ് തുളുമ്പി കവിയുന്ന അളവ്, നിറഞ്ഞ് തുളുമ്പി കവിയുന്ന അളവ്, നിറഞ്ഞ് തുളുമ്പി കളയുന്ന അളവ്, ഒരു തുളുമ്പൽ, ഒരു തുളുമ്പൽ കേട്ടോ, ഒരു തുളുമ്പൽ. റമാഷ്മനാദിയ ഇന്നല്ല, ഇന്നല്ല, ഒരു സോഴ്സിന്റെ അകത്തല്ല, നുറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്നത് പോലെ, തുളുമ്പുന്നത് പോലെ ഒഴുകുന്ന അളവിൽ, ഒഴുകുന്ന അളവിൽ, ശമന ഒഴുകുന്ന അളവിൽ സംഭവിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിറഞ്ഞ് കവിയുന്ന അളവ് കർത്താവേ, നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്ന അളവിൽ, നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്ന അളവിൽ. ഹാ സ്മര ദുനിയ സമർപ്പണ അജുലി പ്രഭജ അശ്മനാദിയ. ഇവിടെ അനുഭവിക്കും ദൈവശക്തി ഭൂമിയിലും അനുഭവിക്കട്ടെ, ഭൂമിയിലും അനുഭവിക്കട്ടെ. ഇവിടെ അനുഭവിക്കുന്ന ആത്മനിറവ് അവിടെ വ്യാപരിക്കട്ടെ. പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ ആത്മവ്യാപാരം, ആത്മവ്യാപാരം. ശ്മേരി റബാന അശ്മനാദി അദരഗജന അരക്ഷ്മനാദി യാതൽ മസ്മേനി. Yes, 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 Lord, yes, Lord, yes, Lord. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ സഭ നിറഞ്ഞ ആത്മാവിൽ നിറയും, സഭ തുളുമ്പും കേട്ടോ, വ്യക്തികൾ തുളുമ്പും, ആത്മാവിൽ തുളുമ്പി. ആമേൻ. ആത്മതലങ്ങളിൽ സഭയെ ദൈവം ആത്മാവിൽ എത്തിക്കാൻ സമയമായിരിക്കുകയാണ്. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. ഞാൻ ആ വാക്കിൻ്റെ അകത്തൊരു ഉദാഹരണം പറഞ്ഞു നിർത്തുന്നു, ബാക്കി നമ്മൾ നാളെ എടുക്കും. ശ്രദ്ധിച്ച് ആ വാക്കിൻ്റെ അകത്തൊരു ഉദാഹരണം പറയാം. സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനിയിലേക്ക് എത്തിയവർ, ഫേവറും ഫ്രീഡം ഒക്കെ നൽകി ഡെസ്റ്റിനിയിൽ എത്തിച്ച ഒരാളുണ്ട് കേട്ടോ. പശ്ചാത്തലങ്ങളില്ല. ആമേൻ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു ദൈവ ശബ്ദത്തിൻ്റെ കൃത്യമായ ഒരളവ് ലഭിക്കാത്ത ഒരുവൻ വേദപുസ്തകത്തിലുണ്ട്. കൃത്യമായ ദൈവത്തിൻ്റെ ശബ്ദം ലഭിക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ സ്തോത്രം. ആമേൻ. ഈ ദൈവം എന്നെ വേണമെന്നോ എനിക്ക് ദൈവത്തെ വേണമെന്നോ എന്ന് അറിയാൻ കഴിയാത്ത ഒരുവനെ കർത്താവ് ഡെസ്റ്റിനിയിൽ കൊണ്ടെത്തിച്ച ഒരു വ്യക്തിയുണ്ട് കേട്ടോ. ഞാൻ ആ വാക്ക് ഇങ്ങനെ പറഞ്ഞു വിടാം. ഈ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുന്നതിൽ പോലും ഒരു ദൈവശബ്ദത്തിൻ്റെ ആവശ്യതയുണ്ട് അല്ലേ? ദൈവശബ്ദം നമുക്ക് വേണം. ഒരു ചുവട് വെക്കണമെങ്കിൽ പോലും നമുക്കൊരു ദൈവശബ്ദം വേണം. ദൈവശബ്ദമില്ലാതെ ഒരു ചുവട് വെക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. നമുക്ക് വിശ്വസിക്കണമെങ്കിൽ പോലും സ്തോത്രം, നമ്മുടെ ബൈബിൾ 66 പുസ്തകമുണ്ട് എന്നതുകൊണ്ട് എല്ലാവരും അതുപോലെ അളവുകൾ, വിശ്വാസത്തിൻ്റെ അളവുകളുള്ളവരല്ല. പക്ഷെ ദൈവശബ്ദങ്ങൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കാൻ ധൈര്യം തരുന്നവരാണ്. നിങ്ങൾക്കറിയാമോ, ഈ അബ്രഹാമിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞതാ, ഞാൻ നിനക്ക് തലമുറകളെ നൽകുമെന്ന്. 25 വർഷം കഴിഞ്ഞിട്ട്, മീൻസ് 75 മുതൽ 25 വർഷം കഴിഞ്ഞിട്ട് അബ്രഹാം കാത്ത് വിശ്വസിച്ചതിൻ്റെ കാരണം ലോത്തിനോടല്ല മക്കളെ തരുമെന്ന് പറഞ്ഞത്, നാട്ടുകാരോടുമല്ല പറഞ്ഞത്, തന്നോടാ ദൈവം പറഞ്ഞത്. മനസ്സിലായില്ലേ? നോഹ പെട്ടകമണിയാൻ തുടങ്ങി, നാട്ടുകാർ ചിരിക്കാൻ തുടങ്ങി. ചിരിക്കാൻ തുടങ്ങിയ കൂട്ടത്തിൽ കാമന് ചിരിയുടെ കാര്യം രണ്ടാണ്. ഒന്ന് മഴ പെയ്യും, രണ്ട് പെട്ടകമണിയും. ഇത് രണ്ട് നാട്ടുകാർ കണ്ടിട്ടില്ല. നാട്ടുകാർ ചിരിക്കാനും ചിരിപ്പിക്കാനും തുടങ്ങി. നോഹ എന്നതാ പണി, നമ്മയായിരുന്നുവെങ്കിൽ പണി നിർത്തി, നാട്ടുകാരുടെ ചിരി കണ്ട പണി നിർത്തി നമ്മുടെ പാട്ടിൽ പോയെന്നെ. പക്ഷെ നോഹ അത് തുടർന്നുകൊണ്ടേയിരുന്നു. കളിയാക്കലിനകത്തും ചിരിക്കകത്തും നോഹ പണി നടന്നുകൊണ്ടേയിരുന്നു. എന്നാ റീസൺ എന്നാന്നറിയണ്ടേ? നാട്ടുകാരോടല്ല ദൈവം പെട്ടകം പണിയണം, മഴ പെയ്യുമെന്ന് പറഞ്ഞത് നോഹയോടാ പറഞ്ഞത്. അപ്പം നമുക്ക് മുന്നോട്ട് നിൽക്കണമെങ്കിൽ പോലും എന്താവശ്യമാണ്? ഒരു ദൈവ ശബ്ദം ആവശ്യമാണ്. ഞാൻ ആ വാക്കിൻ്റെ അകത്ത് ദൂത് പറയട്ടെ. ദൈവം പറഞ്ഞിട്ടാണ് നീ ചിലത് ആരംഭിച്ചാൽ, ദൈവം പറഞ്ഞു ഒന്ന ഒറ്റ കാരണത്താൽ നീ ചിലത് തുടങ്ങുമ്പോൾ അതിൻ്റെ പിറകിൽ നീ കേൾക്കുന്ന പഴിയും അതിൻ്റെ പിറകിൽ നീ കേൾക്കുന്ന അട്ടഹാസവും നീ വിട്ടുകളയുക. അതിൻ്റെ ഡെസ്റ്റിനി ദൈവം തീരുമാനിക്കും. ഹല്ലേലൂയ.
ആ വാക്ക് കേൾക്കണം. ദൈവം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ നീ ചിലതിന് ആമേൻ പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ മനുഷ്യൻ ചിരിക്കാനും ചിരിപ്പിക്കാനും തുടങ്ങിയാൽ നീ അത് കണ്ട് പണി നിർത്തി മുന്നോട്ട് പുറകോട്ട് പോകരുത്. അതിൻ്റെ അവസാനം ദൈവം തീരുമാനിക്കുമോ? പക്ഷേ എനിക്കറിയില്ല കേട്ടോ, ചിലരോട് ദൈവിക വാഗ്ദത്തമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ആമൻ പെന്തക്കോസ്തിലേക്ക് വന്നു. ദൈവം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ നിയോഗത്തിലേക്ക് വന്നു. ഉദാഹരണം, നിങ്ങളുടെ പാസ്റ്റർ ദൈവം പറഞ്ഞ ഒറ്റ കാരണത്താൽ ആമൻ സമുദായിക പശ്ചാത്തലം വിട്ട് പെന്തക്കോസ്തിലേക്ക് വന്നു. ദൈവം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ നീ ചില സ്റ്റെപ്പുകൾ വെച്ചു. അത് പിന്നത്തേതിൽ ചിരിയായി മാറിയെങ്കിൽ, നാട്ടുകാർക്കൊരു അപഹാസ്യമായി മാറിയെങ്കിലും നീ പിന്മാറരുത്. അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കാൻ പോകുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കാൻ പോകുന്നു. എനിക്കറിയില്ല, ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു അതിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കാൻ പോകുന്നു. നീ ദൈവശബ്ദം കേട്ടു. ദൈവം എന്നോട് പറഞ്ഞതാ, ഞാൻ ദൈവശബ്ദം കേട്ടതാ, പ്രവാചകൻ എന്നോട് പറഞ്ഞതാ. അതുകൊണ്ട് നീ വെച്ച ചില ചുവടുകൾ അത് പാകപ്പിഴക വരികയോ അതൊരു അപമാനത്തിന് കാരണമായി മാറിയോ എങ്കിൽ നീ ഓർത്തുകൊള്ളണം, അതിന്റെ പുറകിൽ എന്റെ ദൈവ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ദൈവ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നു. ദൂത കേട്ട വസ്ത്രമുള്ള ദൂത അതിന്റെ പുറകിൽ ദൈവ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ നിൽക്കുമെന്നോ സൂക്ഷിച്ചെന്നോ യാതൊരു ധാരണമില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, പക്ഷെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തു. ചത്തും ചതഞ്ഞും പോകുമെന്ന് ലോകവും മനുഷ്യനും ഒരുപോലെ വിധി എഴുതിയിടത്ത് പരിശുദ്ധാത്മാവിനെ കാണിക്കും. 2000 എന്നെ കാണിക്കും, 2000 2005 എന്നെ കാണിക്കുന്നു. ഷകൽ മനാസിയ 2005 നിന്ന് വലിച്ചെടുത്ത് ഇന്നവരെ ഈ പ്ലാനിൽ നിർത്തിയത് ദൈവശബ്ദം മുന്നോട്ട് നയിച്ചതാണ്. എത്ര പേരാമേൻ പറയുന്നുണ്ട്? ദൈവം നിന്നോട് പറഞ്ഞ വിഷയത്തിന് നീ ആമേൻ പറഞ്ഞാൽ, ദൈവം നിന്നോട് പറഞ്ഞ വിഷയത്തിന് നീ 10 പേര് അച്ചാച്ച എന്തു പറയുന്നു, അമ്മാമ പറഞ്ഞ് എന്തു പറയുന്നു, ദൈവം ഈ പറഞ്ഞ വിഷയത്തിനകത്ത് നീ ആരുടെയും കണ്ണോ ചെവിയോ പൊത്തലോ നീ നോക്കണ്ട. ദൈവം നിന്നോട് പറഞ്ഞുവെങ്കിൽ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ പെട്ടകം ആരാരത്ത് ഉറയ്ക്കും. ഓ ശബലഘടകതന, നിങ്ങൾക്ക് മനസ്സിലായോ? ദൂത് മനസ്സിലായി മർമ്മ പറഞ്ഞു വരുന്നത് പെട്ടകം ആരാരത്ത് ഉറയ്ക്കും. ഇത് എവിടെ ഉറയ്ക്കുമെന്ന് നീ പോലും ചിന്തിക്കണ്ട. ഇത് ആരാരാത്തിൽ ഉറയ്ക്കുന്ന അളവിൽ പരിശുദ്ധാത്മാവ് ചിലതിൽ വീടിന്റെ അകത്ത്, ചില വീടിന്റെ അകത്തേക്ക്, ചില കുടുംബത്തിന്റെ അകത്തേക്ക്, ചില വീടിന്റെ അകത്തേക്ക്, അറിയില്ല അത് ചെയ്തപ്പോ അത് ചെയ്യ, കർത്താവ് ചെയ്യ. ചില വീടിന്റെ അകത്തേക്ക് ആശ്മനാദിയ, ചില വീടുകളുടെ അകത്തേക്ക് 20-ാം തീയതി രാത്രിയിൽ രാളിക്കത്തൽ. 20-ാം തീയതി രാത്രി ആളിക്കത്തൽ. 20-ാം തീയതി രാത്രി വലിയ ആളിക്കത്തൽ. ചില വീടുകൾ വരാറാത്തുകളിൽ, ചില വീടുകൾ ഉറപ്പിക്കാൻ പോകത്തക്ക രീതിയിൽ ആത്മാവിൽ വിട്ടുകൊടുത്തോ, പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ വിട്ടുകൊടുത്തോ. ഒരു ഗിമ്മിക്സ് ഇവിടെ ഇല്ല. ആത്മാവ് ചെയ്യുന്നത് പോലെ അരമപ്രവചന ദൈവം പറഞ്ഞു എന്നൊറ്റ കാരണത്താൽ നീ കേൾക്കുന്ന പഴി, നീ കേൾക്കുന്ന അജ്ഞതകൾ എന്റെ ദൈവം നിനക്കതൊരു മഹത്വമാക്കി മാറ്റി. എന്റെ ദൈവം നിന്നെ അവിടെ ഒരു സ്ട്രോങ് ആയി, നിന്നെ ഒരു ഹിസ്റ്ററിക്കകത്ത് രാമൻ പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലായോ? പറഞ്ഞു വന്ന ദൂതിന്റെ ആഴം മനസ്സിലായോ? രക്തത്താൽ ജയം. ഡെസ്റ്റിനിയിൽ ദൈവം ഒരുത്തനെ എത്തിച്ചു. കേൾക്ക, അവന്റെ പേര് മോശ എന്നാണ്. 80 വർഷം 120 വർഷം നമുക്കറിയാം. 80 വർഷമായി ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു ദൂതോ ഒരു പ്രൊഫസിയോ
ഒരു വാഗ്ദത്തമോ ഒരു ആലോചനയോ 80 വർഷമായി ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കടകവും മോശയ്ക്ക് ലഭിച്ചില്ല. കാര്യം മനസ്സിലായോ? അങ്ങനെ കൊടുത്ത ചരിത്രം ഇല്ലേ? അബ്രഹാമിന് വേണ്ടി ദൂതനെ ഇറക്കിയിട്ടില്ല പലവട്ടം. മറിയയുടെ വീട്ടിൻ്റെ അകത്താണ് ദൂതൻ കയറിയത്. 80 വർഷമായി കേൾക്കും ഒരു ദൈവശബ്ദമോ, നിന്നെ എനിക്ക് വേണമെന്നോ, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടെന്നോ, നിന്നെ ഞാൻ പിടിച്ച് നിർത്തിയെന്നോ, ആമേൻ, നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വരുമെന്നോ, കിടക്കിട 80 കഴിഞ്ഞാൽ ഹോരേബിൽ ഞാൻ ഇറങ്ങി വരുമെന്നോ, 80 കഴിഞ്ഞാൽ ഹോരേബിനകത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുമെന്നോ, ഇതൊരു ദൈവശബ്ദം പോലും മോശ കേട്ടിട്ടില്ല. ഞാനൊരു ദൂത് പറയാം, ഒരു പ്രവചനവും നീ കേട്ടില്ലെങ്കിലും, ഒരു ദൈവശബ്ദവും അത് ആ വിഷയത്തിൻ്റെ പിറകിൽ നിനക്ക് സ്ട്രോങ് ബോൾഡ് തരുന്ന ബേസ് തരുന്ന ഒരു ദൈവശബ്ദം നീ കേട്ടില്ലെങ്കിലും, ആമേൻ, നീ ജീവിക്കുന്നത് തന്നെയാണ് അതിൻ്റെ പ്രവചനം. നീ ജീവിക്കുന്നത് തന്നെയാണ് അതിൻ്റെ പ്രവചനം. ഹല്ലേലൂയ. ഒരു വാഗ്ദത്തവും നിന്റെ മേൽ വന്നില്ലെങ്കിൽ എത്ര പേരാണ് പറയുന്നുണ്ട്? ഒരു ദൂതും ആ വിഷയത്തിനകത്ത് ദൈവാലോചന തന്നില്ലേലും ലഭിച്ചില്ലേലും, ആമേൻ, ആ ദൂത് ഞാൻ കൈമാറാം. നീ ഇന്നും ജീവിക്കുന്നതാണ് അതിന്റെ പ്രവചനം. കണ്ടോ? ചർച്ച കയറുന്നുണ്ടോ? ആത്മഹത്യ കയറുന്നുണ്ടോ? ആ ദൂത് കയറുന്നുണ്ടോ? അശ്മനാദി യാസ്മനാദി അടകമന അൽബരകടകദന. ഇന്ന് രാത്രി ദൂതി ഏറ്റെടുക്ക്. ഒരു ദൈവ ശബ്ദം പോലും നിനക്ക് മുന്നോട്ട് നയിക്കാൻ ഒരു ദൂത് പോലും നിന്റെ കയ്യിൽ ഇല്ലെങ്കിലും, ഇന്ന് രാത്രി ആമേൻ പറയാൻ ഏറ്റെടുക്ക്, 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 ഏറ്റെടുക്ക്. ശമനാദിയ, നീ ജീവിക്കുന്നതാണ് നിന്നോടുള്ള വാഗ്ദത്തം. നീ ജീവിക്കുന്നതാണ്, നീ ഇന്നും ജീവിക്കുന്നതാണ്. ഓ ഷാ ധാ 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 ലറബ ശംദരാധന. നീ ഇന്നും ജീവിക്കുന്നതാണ്, നീ ഇന്നും ജീവിക്കുന്നതാണ്. അബ്രഹാമേ, നിനക്ക് വേണ്ടി ദൈവശബ്ദങ്ങൾ വെളിപ്പെട്ടു. ഇസഹാക്കേ, നിനക്ക് വേണ്ടി ശബ്ദങ്ങൾ വെളിപ്പെട്ടു. മറിയേ, നിനക്ക് വേണ്ടി ദൂതന്മാർ വന്നു. നോഹേ, നിനക്ക് വേണ്ടി ദൂതന്മാർ, നോഹേ, ദൈവശബ്ദങ്ങൾ കണ്ടു നീ. പക്ഷെ ഇതൊന്നും 80 വർഷമായി മോശയ്ക്കുണ്ടായിരുന്നില്ല. ഒരു ദൂത്, ഒരു ആലോചന, ഒരു വെളിപ്പാട്, ഒരു പ്രവചനം, ഒരു വാഗ്ദത്തം ഒന്നും മോശ കണ്ടിട്ടില്ല. പക്ഷെ മോശയോട് ദൈവത്തിന് പറയും, മോശേ, ഇവിടെയാണ് നീ വിശ്വാസം തെളിയിക്കേണ്ടത്. ഇവിടെയാണ് നിന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശബ്ദവും നിന്റെ പുറകിൽ ഇല്ലെങ്കിലും ഇവിടെയാണ് നീ തെളിയിക്കേണ്ടത്. ഇവിടെയാണ് നീ തെളിയിക്കേണ്ടത്. ആമേൻ പറ. യെസ്, ആമേൻ പറ, ആമേൻ പറ. ഇവിടെയാണ് നീ തെളിയിക്കേണ്ടത്. 80 വർഷം നിനക്കൊരു ദൂതില്ലെങ്കിലും, 80 വർഷം നിനക്കൊരു വെളിപ്പാട് പകർന്നില്ലെങ്കിലും, പകരപ്പെട്ട നിയോഗത്തിനകത്ത് ലിമിറ്റായി പോയെങ്കിലും, മോശേ, അടുത്ത 40 വർഷം, പറ, അടുത്ത 40 വർഷം, അടുത്ത 40 വർഷം, അടുത്ത 40 വർഷം നിന്റേതായി മാറാൻ പോകുകയാണ്. നിന്റേതായി മാറാൻ പോകുന്നു, നിന്റേതായി മാറാൻ പോകുന്നു. ഇനി ചേർന്നറിച്ചോ, ആത്മാവ് ഇറങ്ങിക്കഴിഞ്ഞു, ആത്മാവ് തൊട്ട് കഴിഞ്ഞു, ജീവിതങ്ങളെ തൊട്ട് കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അടുത്ത 40, പറ, അടുത്ത 40, അടുത്ത 40, അടുത്ത 40 ദൈവശബ്ദങ്ങളുടെ, അടുത്ത 40 കൽപ്പനകളുടെ, അടുത്ത 40 തേജസ്സിന്റെ. എനിക്കറിയില്ല, ആത്മാവ് ഇറങ്ങിക്കഴിഞ്ഞു പാസ്റ്ററേ, ആത്മ നിറവ് ഇറങ്ങിക്കഴിഞ്ഞു, ഈ ഹോളിൽ ചലിച്ചു കഴിഞ്ഞു, തേജസ് ഇറങ്ങിക്കഴിഞ്ഞു, ചില കുടുംബങ്ങളെ തൊട്ട് കഴിഞ്ഞു. 80 വർഷത്തിന്റെ തോൽവികളെ, 80 വർഷത്തിന്റെ പരാജയങ്ങളെ, 80 വർഷത്തിന്റെ മുഷിപ്പുകളെ പൊളിച്ചു കളഞ്ഞുകൊണ്ട്, മോശേ, അടുത്ത 40 വർഷം ദൈവം നിനക്ക് വേണ്ടി തരികയാ. ഇനി കേട്ടോ, ഞാൻ 2 ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേട്ടോ, രക്തത്താൽ ജയം,
ദൈവത്തിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. കർത്താവേ, 80-ാം വർഷം ഹോരേബിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ദൈവത്തോടൊരു ചോദ്യം, വൈ, എന്തിനാ? 80 വർഷത്തിൻ്റെ അവൻ്റെ തോൽവിയുടെ കഥ പറയാനാണോ അങ്ങ് വന്നേ? 80 വർഷം അവൻ്റെ പരാജയം പറയാനാണോ അങ്ങ് വന്നേ? 80 വർഷം അവൻ്റെ തോൽവിയുടെയും പരാജയത്തിൻ്റെ അപമാനത്തിൻ്റെയും കഥ പറഞ്ഞ് പിന്നെയും കൊച്ചനെ പേടിപ്പിച്ച് അകത്തിരുത്താനാണ് അങ്ങ് വന്നേ? കർത്താവ് പറഞ്ഞ, അല്ല മോനെ, അടുത്ത 40 വർഷം ഇവൻ ചെയ്യാൻ പോകുന്ന തേജസ്സിനെ പറയാൻ, അടുത്ത 40 വർഷം മന്ന തുറക്കുന്ന വെളിപ്പാട് പറയാൻ, അടുത്ത 40 വർഷം കടൽ രണ്ടാകുന്ന വെളിപ്പാട് പറയാൻ, അടുത്ത 40 വർഷം മുൾപ്പട, അടുത്ത 40 വർഷം കാട ലഭിക്കുന്ന വെളിപ്പാട് പറയാം, അടുത്ത 40 വർഷം പകൽ മേഘസ്തംഭവും ആമേൻ പറഞ്ഞു. അടുത്ത 40 വർഷം മോശേ ആമേൻ നിന്നിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ തേജസ് പറയാൻ. കണ്ടോ, ഡെസ്റ്റിനിയിലേക്ക് അവൻ എത്തിക്കുന്നത് കണ്ടോ? ഇങ്ങനെ ഒരു ഡെസ്റ്റിനി എത്ര പേർക്ക് ആവശ്യമാണ്? ഒരു ദൂതുമില്ല, ഒരു ദൈവശബ്ദവുമില്ല, 80 വർഷം ഒരു പ്രവാചനവുമില്ല, മുന്നോട്ട് നയിക്കാനുള്ളൊരു കടഹവും ഇല്ല. 80 വർഷം ഒരുത്തൻ പിടിച്ചു നിന്നു, ദൈവം അവനെ ഡെസ്റ്റിനിലേക്ക് കൊണ്ടെത്തിക്കുക. ഒരു കാര്യം പറയട്ടെ, ഫറവോനെ പൊളിച്ച് കളയാൻ ദൈവത്തിന് ഡെസ്റ്റിനി അതാ. ഫറവോനെ പൊളിക്കാൻ ഇതാ ഡെസ്റ്റിനി, ഇതാ ഡെസ്റ്റിനി. ഫറവോനെ പൊളിക്കാൻ. ഞാൻ ഈ ചിലരുടെ മുകളിലേക്ക് ദൂതിനെ തരിക, ഈ ദൂത് ഏറ്റെടുക്കുക ഈ രാത്രിയിൽ. ശ്രദ്ധന്റെ മേലെ ദൈവത്തിന്റെ ഡെസ്റ്റിനി ദേശമണ്ഡലങ്ങളെ കെട്ടിനെ അടിച്ചു കളയാൻ. ഫറവോന്റെ മേലുള്ള മോശയുടെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ ഡെസ്റ്റിനി ഞാൻ എൻ്റെ ഒരു വാചകത്തിൽ ഇങ്ങനെ കൈമാറാം. എന്നാന്നറിയണ്ടേ? ഫറവോന്റെ ആധിപത്യത്തെ വലിച്ചു കീറണം. ഫറവോന്റെ ആധിപത്യം 2 തരത്തിലായിരിക്കുന്നത്. ഒന്ന്, അവൻ്റെ മികവ്, അവൻ്റെ ശക്തി ഇരിക്കുന്നത്. ഒന്ന്, അവൻ്റെ മന്ത്രവാദത്തിനകത്താണ്, അതിൻ്റെ ആഭിചാരത്തിനകത്താണ്. ഞാൻ അത് വിടുക, എൻ്റെ വിഷയമല്ല. പക്ഷെ 2, ഫറവോന്റെ 2 ശക്തിയുടെ സോഴ്സ് ഇരിക്കുന്നത് ചെങ്കടല, അതില. തെളി പറഞ്ഞു, ഈ ഫറവോനറിയാം 40 അല്ല 400 അല്ല 500 വർഷം കഴിഞ്ഞ് ഇവനെ പറഞ്ഞു വിട്ടാലും, സ്വാതന്ത്ര്യത്തോടെ ഇവനെ പറഞ്ഞു വിട്ടാലും, അടിമക്കളം പൊട്ടിവിട്ടാലും ഫറവോനറിയാം ഇവൻ ഈ കൂടിപ്പോയാൽ ചെങ്കടൽ വരെ നിൽക്കും. അപ്പുറം പോണ്ടേ? മനസ്സിലായില്ല? അപ്പുറം പോണ്ടേ? ഇവനറിയാം, ഫറവോനറിയാം എൻ്റെ അതിരിയിരിക്കുന്ന ചെങ്കടൽ വരെയാ എന്ന് പറഞ്ഞാൽ ഇവനെ എത്ര തോരത്തള്ളി ലഭിച്ചാലും, എത്ര കയ്പ് ചിര കഴിച്ചാലും, എത്ര ചെരിപ്പൂരിയാൽ ഇട്ടാലും ഫറവോനറിയാം ഇവൻ ചെങ്കടനപ്പുറം പോകത്തില്ല. ഇവൻ ചെങ്കടൽ വരെ നിൽക്കും. അതാ അതിര്. പക്ഷെ ഞാനൊരു വെളിപ്പാട് പറയും, ഇത് ദൈവത്തിന് മനസ്സിലാക്കിയിട്ട് ദൈവം മോശയോട് പറഞ്ഞു, മോശയെ ഇവന്റെ അമ്പിരിക്കുന്ന കടൽ ചെങ്കടല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യടാ, കൈ വടിയെടുക്കടാ, പിടിക്കടാ, അടിക്കടാ ചെങ്കടലിന് നേരെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ദൂത് മനസ്സിലായോ? ഇന്ന് രാത്രി നിന്നെ വിടാതെ പിന്തുടരുന്ന ഏത് കോട്ടക്കൊത്തളങ്ങളുടെ അകത്തുള്ള അഹങ്കാരം കടലാണെങ്കിൽ ഇന്ന് രാത്രി കടൽ കീറി നിന്നെ പുറത്തു വിടുന്ന ദൈവശക്തിയാ. കടൽ കീറി ശമന. ഇനി ആത്മാവിൽ ആരാധിച്ചോളൂ. റമാഷ് മനാദിയ. കടൽ കീറി. ചിലർക്ക് വേണ്ടി കടൽ കീറാൻ പോകുക. കണ്ണടച്ച് ആരാധിച്ചോ. റാഷ് മനാദിയ. അമ്മേ കടല് കീറി, കടല് കീറി, കടല് കീറി, കടല് കീറി. സാത്താൻ അറിയാം, ഫറവോൻ അറിയാം, ഇവ കടൽ ചെങ്കട വരെ പോകത്തുള്ളൂ, അതിനപ്പുറം പോകത്തില്ല. അതിനപ്പുറം പോകാൻ പറ്റിയല്ല, അതിനപ്പുറം നീന്താൻ പറ്റിയല്ല. പക്ഷെ ഫറവോനെ, ഡെസ്റ്റിനി തീരുമാനിച്ച ദൈവമാണെങ്കിൽ, നിന്നെ എത്തിക്കുന്നത് ദൈവമാണെങ്കിൽ, മോശയോട് പറയുന്ന അടിക്കട മോശേ. ഈ ദൂതിന്റെ ശക്തി നിനകത്ത് വെളിപ്പെട്ട് വരട്ടെ.
ഈ ദൂതിന്റെ ബലം ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. എല്ലാ കണ്ണുമടച്ചോ, ആരാധിച്ച് കയറിക്കോളൂ. ചോരത്തൊളി പ്രാപിച്ചിട്ടും രക്ഷാദാനം പ്രാപിച്ചിട്ടും അഭിഷേകത്തിന് പ്രാപിച്ചിട്ടും നിന്നെ കടത്തി വിടാത്ത കടലികളെ ഇന്ന് രാത്രി വെട്ടി അടിക്കുന്നൊരു അഭിഷേകം. രണ്ടാമത്തെ മോനെ ദൈവശക്തി വ്യാപരിക്കട്ടെ, ആത്മതറ വ്യാപരിക്കട്ടെ. എല്ലാ കണ്ണുമടച്ചോ. ചൂടാമാന ചൂടം ധാരം ദൂരവരന്തം ചൂടാ തെറ്റേ അത്തിരകട്ടര പൈടമനന്തം ചൂടക്കട്ടി വൈടന്താരം ചൂടം ധാരം അന്തന്താരം വെടിച്ചാലം വീതിക്കട്ടി വരാതഘട്ടം ചുരുക്കട്ടി അർത്തുച്ചാലം വേദം വേദിക്കട്ടി വയലന്താര ശാവധാര ജാല 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 ശൂഡ രാമ ധൂന മാന ജല ധേനെ രാഗ ദാന ധാന ധാന. അവൻ വെച്ച ചെങ്കടലിന്റെ അതിരുകൾ നിനക്ക് നേരെ നിൽക്കുന്ന ചെങ്കടലിന്റെ അതിരുകൾ ഇതാ പൊട്ടുകയാ. ഇത് അടിക്കാനുള്ള വടി. ഹോ യെസ് അടിക്കാനുള്ളൊരു വടി. യെസ് രഗമ രഗമ രഗന വൈഡമാന ഗന്ധര പ്രബദനാദി അർഘമ ശംദൽ മനാദി അദസ് മനാദി അടാ മന പ്രവചകദന അൽമന ജഗൽമന. ഇന്ന് രാത്രി അഭിഷക്തന്മാരെ ഈ ദൂത് ഇന്ന് രാത്രി ഏറ്റെടുത്തോ. ബിജുപാസ്ര ദൂത് ഏറ്റെടുത്തോ. ഇന്ന് രാത്രിയിൽ കടലിനെ അടിക്കാൻ, അതിരിനെ അടിക്കാൻ പറവോരെ രക്ഷിച്ചാലും നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചാലും കടൽ വന്നാൽ എന്ത് ചെയ്യും? കടലിന്റെ മുന്നിൽ വന്നാൽ എന്ത് ചെയ്യും? പിന്നെ തിരികെ മടങ്ങി വരും. നീ മടങ്ങി വരും. പക്ഷെ ഇന്നത്തെ ദൂത് ഞാൻ പറയാം, എടാ അത് നിന്റെ സ്വപ്നമാണ്. അതിനെ അടിക്കാനുള്ള ഒരു അടി. ഓ വാവ്, വണ്ടർഫുൾ വണ്ടർഫുൾ wonderful 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 the presence, wonderful the Lord. Yes, ഒരു വലിയ പകർച്ച വിടട്ടെ. രാഗമന 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 രാഗമന. ഒരു അടിക്കാനുള്ളൊരു വടി. ഓ ഒരു അടിക്കാനുള്ളൊരു വടി. ഓ ഒരു വടി ദൈവം പകരുകയാ. അതിരുകളെ മീതെ അടിക്കാൻ വാ തുറന്നോ. ശക്തി വ്യാപരിക്ക മോനെ. അടിക്കാൻ ഒരു വടി. ശക്തി വ്യാപരിക്ക, ബലം വ്യാപരിക്ക. എഴുന്നേൽക്കാം, എല്ലാവർക്കും എഴുന്നേൽക്കാം. ഹോ അടിക്കാനുള്ളൊരു വടി. സാത്താനെ നീ എത്ര അതിര് കെട്ടിയാലും ഇനി ഇതിനപ്പുറം പോവുകയല്ല. രക്തം കണ്ടാലും കൈപ്പിച്ചിര കടിച്ചാലും ഇതിനപ്പുറം പോകുകയല്ല എന്ന് പറഞ്ഞവന്റെ മേഖലകൾ ഇന്നത്തെ പകരാത്രിയിൽ നിനക്ക് വേണ്ടി പൊട്ടുകയാ. അടിക്കതിനെ നിറഞ്ഞ സ്വാതന്ത്ര്യത്തോടെ, നിറഞ്ഞ ആത്മധൈര്യത്തോടെ. ഓ ശമാന റബദ തീ പോലെ. Yes. Oh Rate regadaya ragadana. ഈ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുകയാണ്. സ്തോത്രം. എത്ര അതിര് പറവോൻ ചെങ്കടൽ അതിര് കൊണ്ട് വെച്ചാലും കേട്ടോ, കണ്ടു തുറന്നോ. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ആലോചന പറയുന്നു, അവന്റെ അതിരുകളെ ഭേദിപ്പിച്ച് കയറുന്നത്.
ഇതാ എൻ്റെ ഫൈനൽ ദൂത്. വചനമുണ്ട്, പക്ഷെ ദൂതും വചനം രണ്ടാണല്ലോ. ദൂതിതാ, ഫറവോനറിയാം കടലുണ്ട്. അതാ ഫറവോനൊരു വാർത്ത കേട്ട് ചെങ്കടലിൽ ഇസ്രായേൽ മക്കൾ ഉഴുന്നു നടക്കുന്നു. അല്ല, ഉഴുതു, അങ്ങനെ പാടില്ല, ഉഴുതു നടക്കുന്നു എന്ന് വെച്ചാൽ ഫറവോൻ അറിയാം ചെങ്കടലെത്തിയ പിന്നെ വഴിയില്ല. ചെങ്കടലെത്തിയാൽ പിന്നെ ഇവന് മുന്നോട്ടുള്ള വഴിയില്ല. ചെങ്കടലെത്തിയാൽ ഇവൻ വഴി തപ്പും. എടാ, ഇത് വഴി തപ്പു. ഡെസ്റ്റിനി ദൈവമാണ് വെച്ചത്. വഴി തപ്പുകയല്ല, വഴി തുറക്കുകയാണ്. മകളെ, വഴി തപ്പുന്നല്ലടാ, വഴി തുറക്കുകയാണ്. മനസ്സ് തുറന്ന് ഈ ദൂതിനെ സ്വീകരിക്കോ. ഇത് വഴി തപ്പുന്ന ഫാസ്റ്റിംഗ് അല്ല. ഈ ഫാസ്റ്റിംഗ് നാളെ ഉച്ചയോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവാദം പറയുമ്പോൾ മുന്നേ വഴി തപ്പുകയല്ല, ഇത് വഴി തുറക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യാശിക്കുന്ന ശുഭഭാവി തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടാണ്. ആമേൻ. നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് വിവിധ പ്രശ്നങ്ങളിൽ കൂടിയാണ്. മോശയും ജോസഫും ദാനിയേലും മൊർദെഖായിയും എല്ലാവരും, പൗലോസും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയത് വളരെ കഷ്ടവും പരിശോധനകളിൽ കൂടിയാണ്. പക്ഷെ ദൈവം ചിന്തിച്ച നിരൂപണം അത് ക്യാൻസലായില്ല, അതെല്ലാം നിറവേറി. എന്നാൽ ചിലരെ കുറിച്ച് നടന്നതുമില്ല. ഏലിയെക്കുറിച്ച് നടന്നില്ല, നിഷ്ക്രിയ യുദ്ധങ്ങൾ നടന്നില്ല, സൗന്യങ്ങൾ നടന്നില്ല. ദേമാസ് ലോകത്തെ സ്നേഹിച്ചു പോയി. പലരും കൂടെ അത് നടന്നതുമില്ല. ഈ പ്രാർത്ഥനയുടെ 20-ാം ദിവസത്തിന് നമ്മുടെ നിരൂപണങ്ങളല്ല, ദൈവത്തിൻ്റെ നിരൂപണം. അത് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ വഴി ഒരുപക്ഷെ അല്പപ്രയാസമായി തോന്നിയാലും അവൻ എന്നെക്കുറിച്ച് നിരൂപിച്ചത് ശ്രേഷ്ഠമാണ്, നന്മയ്ക്കാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം. നിന്നോട് ഞാൻ ചേരട്ടെ, നിൻ ക്രൂശ് ഞാൻ വഹിച്ചെന്നാളുമേ എൻ ഗീതം എന്നുമേ നിന്നോട് ദൈവമേ, നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബോ രാക്കാലത്തിൽ വൽക്കാറ്റിൽ കല്ലിന്മേൽ യോരനു വീ
Bradalo, Maya, Galo, Still, blood to we praise you, Lord. ഏപ്രിൽ മാസം ബ്രിട്ടനിൽ നിന്ന് തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ടൈറ്റാനിക് ഷിപ്പ് ന്യൂയോർക്ക് തുറമുഖത്തേക്ക് പുറപ്പെട്ടു. അവര് വളരെ പ്രത്യാശയോടെ സന്തോഷിച്ച് ചിരിച്ച് ആനന്ദത്തോടെ തുടങ്ങുന്നു. പക്ഷെ എത്തേണ്ട സ്ഥലത്തെത്തിയില്ല. ഇന്ന് രാത്രി പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നല്ല പോർപ്പൊരുതി കൊണ്ടും തികച്ച വിശ്വാസം. That is finishing point. യാക്കോബ് പറയാണ്, ഞാൻ ഇത്രത്തോളം വരെ ഞാൻ ദാവീദ് അവരെല്ലാം ലക്ഷ്യത്തിൽ കൊണ്ടെത്തിച്ചു. ഇന്ന് രാത്രി ഈ വചനത്തിനുമ്പിൽ വിശ്വസിക്കുന്നവർ നിങ്ങളുടെ കൈകളെ ഒന്ന് മലർത്തി ഒന്ന് പിടിച്ചേ. നിന്നെ ശക്തീകരിക്കാൻ കഴിവുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. നീ വിശ്വസിച്ചാൽ ദാവീദ് പറയാണ്, ഞാൻ ശൗലിന്റെ കയ്യാൽ മരിക്കത്തേ ഉള്ളൂ. നോ, ഒരിക്കലും സാധ്യമല്ല. ദൈവം അവന് വേണ്ടി വച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവനെത്തി. ഇനി എനിക്ക് ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്ന് തോന്നിയ ഏലിയാവിനെ തീയിലാണ് വലിച്ചെടുത്തത്. തീരഥങ്ങളാണ് ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുന്ന എന്റെ ദൈവം. നീ പരിശോധനകളിൽ പതറിപ്പോകരുത്, വേദനകളിൽ ക്ഷണിച്ചു പോകല്ലേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്. You take the power of God. Receive the power. Let our hostility breathe the place at time like us. Let omnium nation ranks of all this dunya like antis repetition destination. You receive the power. Touch Holios, Lemios, Prepius, as light. Proteinios, Briglaris, Bradlolo, Latais, Atimia, Latrantis, Brandamortis, Dry the light, Lacos, Tripli, Pride the sun. എനിക്കൊരു ആത്മശക്തി പകരണമെന്ന് ആഗ്രഹിച്ചു. വേറെ വിഷയങ്ങളൊന്നുമല്ല, ദൈവശക്തി എന്നിലേക്ക് ഞാൻ അതിനായി ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? അവർ മുമ്പോട്ട് വരട്ടെ. അങ്ങനെ ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പവർ ഓഫ് ഗോഡ്. വെറുതെ നിങ്ങൾ നിൽക്കില്ല. ദൈവശക്തിക്കായിട്ട് ദൈവമേ എനിക്ക് ദൈവശക്തി ദൈവം സകല പ്രതിസന്ധിയുടെ നടുവിൽ തന്റെ ജനത്തിന് കൊടുത്തത് പരിശുദ്ധാത്മാവിനെയാണ്. നിന്നെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്ന അവന്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. ആത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. Now today you want more power. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. The power of God, the Holy Spirit. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഇത്രയും ഈ നിൽക്കുന്ന ജനത്തിന്റെ ഇടയിൽ ഇറങ്ങട്ടെ. ദൈവം ചിലരെ സ്പർശിക്കണമേ. ഞങ്ങളുടെ കരങ്ങളൊക്കെ ബലഹീനമാണ്.
Holy Ghost, prepare us, distract us, prepare us. Holy Spirit, the light on us, the power touch. Holy Ghost, prepare us. Let our rumination dust. പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചെന്ന് കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ദൈവമേ, കഴിഞ്ഞ 20 ദിവസവും ഞങ്ങൾ തിരുസന്നിധിയിൽ ആയിരുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നു. ദൈവമേ, ശാരീരികമായി ഒത്തിരി പേര് ക്ലേശങ്ങളും ബുദ്ധിമുട്ടിലുമായി ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം പ്രസംഗിപ്പാനും ദൈവം കൃപ നൽകി. ദൈവം ഇന്ന് അങ്ങയുടെ അഭിഷക്തദാസൻ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ദൂതുകൾക്കായി സ്തോത്രം. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ ഞങ്ങളുടെ വിശുദ്ധ സഭായോഗമാണ്. ദൈവമേ, അതിനെ ആദ്യമുണ്ടെന്ന വലിയ സാന്നിധ്യവും ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഈ അങ്ങ് നിൽക്കുന്ന അങ്ങയുടെ ജനത്തെ അങ്ങയുടെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാണ്. ഞങ്ങൾ പ്രാപിക്കേണ്ടതൊന്നും ഇതുവരെ പ്രാപിച്ചിട്ടില്ല. ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുമില്ല ദൈവമേ. എന്നാൽ ദൈവം ഞങ്ങൾക്കതെല്ലാം നൽകി. ഈ ഉപവാസം തീരുന്നതിന് മുൻപേ, ഈ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുൻപേ ഞങ്ങളോട് കരുണ കാണിച്ച് ദൈവശക്തി ദൈവകൃപയും ഞങ്ങളെ പറഞ്ഞ് പകർന്ന് ഞങ്ങളെ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കണമേ. ദൈവകരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം യേശുവിൻ്റെ കൃപയും സമാധാനം നമ്മെ എവിടെ എപ്പോഴും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നാം എല്ലാവരുടെ കൂടെയും ഭൂമിയിലൊക്കെ ചിതറി പാർക്കുന്ന സകല വിശുദ്ധന്മാരോടും നാം പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളോടും കൂടെ ഇന്ന് ശുശ്രൂഷ ദൈവദാസനോടും തൻ്റെ കുടുംബത്തോടും കൂടെ ഇന്ന് വരെ നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രി നമ്മൾ ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്ലേ?